അമൃത വയ്യാതായി കിടക്കുന്ന ദിവസം വൈഫ്. അപ്പോൾ ഇത് മെനിഞ്ചൈറ്റിസ് വന്നു, കൈവിട്ടങ്ങ് പോയി. അതിൻ്റെ ഒരു അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ICU-ക്കകത്ത് ഈ സത്യം പറഞ്ഞാൽ കൈയും കാലും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇത് വരുന്ന അകത്തുനിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ വളരെ മോശപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഞാനാകെ തകർന്നിട്ട് സീമനെ വിളിക്കുകയാണ്. പാലസ്തീൻ അനുകൂലമായ ഒരു ഐക്യദാർഢ്യ പ്രകടനം കോൺഗ്രസ് വേറെ എവിടെ എടുത്തില്ല. ഇന്ത്യയിലാകെ നടത്തിയത് കോഴിക്കോടാണ്. അതും ഉത്തരേന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന ഇലക്ഷൻ ഷെഡ്യൂളുകളെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കംഫർട്ടബിളായ ഒരു ടൈം കണ്ടെത്തി കോഴിക്കോട് നടത്തി. രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളം ഞെട്ടിയ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പുറത്താക്കി എന്നവർ പറയുന്നു. ആര് പുറത്താക്കിയെന്ന്, എവിടെ പുറത്താക്കിയെന്ന്, എന്തിനു പുറത്താക്കിയെന്ന് ശ്രീ KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് അവരിട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഉമാ തോമസ് നേരിടേണ്ടി വന്ന എത്ര വലിയ ദുരന്തം. ഉമാ തോമസ് നേരിടേണ്ടി വന്നത് ഇംഗ്ലീഷ് ഉപയോഗത്തിലുള്ള എൻ്റെ പരിമിതിയാണ് അല്ലേ. എൻ്റെ ആ പരിമിതിയെ മാത്രമാണ് കല്ലെറിയുന്നത്. എൻ്റെ പൊളിറ്റിക്സിനെയോ, എൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയെയോ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസിനെയോ, എൻ്റെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെയോ എതിരാളികൾക്ക് ഇന്നുവരെ ആക്രമിക്കാൻ കിട്ടിയിട്ടില്ല. സഖാവ് പിണറായി എ ജെന്യുവൻ അയൺമാനാണ്. ഒരു ജെന്യുവനായ മനുഷ്യൻ, അങ്ങേയറ്റം ജെന്യുവനായ മനുഷ്യൻ, സ്ട്രെയിറ്റ് ഫോർവേഡായ മനുഷ്യൻ. 2 ഒരു അയൺമാൻ. ഒന്നിലും കുലുങ്ങാത്തൊരു മനുഷ്യൻ. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു പുതിയ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെ തകർക്കും. അത് കോൺഗ്രസ് ആലോചിച്ചോട്ടെ. കേരളീയ സമൂഹത്തിനത് ഭൂഷണമല്ല. ആ സ്കൂളിലെ ഒരു ക്ലാസ് ലീഡറോ മറ്റോ മാത്രമായിരുന്നു ഇപ്പോൾ ഈ നിങ്ങളീ പേര് പരാമർശിച്ച രാഹുൽ മങ്കൂട്ടം. റൂമിലെത്തി നേരത്തെ SNC ലാബിൻ്റെ ഒരു പുതിയ ബ്രേക്കിംഗ് വന്നു. ഒരു ഭീകരമായ ബോംബ്. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ മുഴുവൻ ചാനലുകളും ഇതിങ്ങനെ പൊട്ടിക്കുക. പൊടിച്ചാൽ വാർത്ത വന്നിട്ട് മത്സരിച്ച് പൊട്ടിക്കുക. ഭീകരമായി പുതിയൊരു സാധനം വന്നിരിക്കും. അപ്പോൾ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മുറിയിൽ ഞാൻ അബ്ദുൽ സാഹിബ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. ആ വാർത്ത അങ്ങനെ സ്ഫോടനാത്മകമായ വാർത്തയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ അവനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന വാർത്തയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. നമസ്കാരം. പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. CPIM നേതാവും രാജ്യസഭാംഗവുമായ A. റഹീമാണ് ഇന്ന് പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം. സ്വാഗതം റഹീം. നമസ്കാരം. A. റഹീമിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ കുറേ കാലമായി നിരീക്ഷിക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ സാധാരണ നിലയ്ക്ക് വിചാരിച്ചത് A. റഹീം ഒരു കേരള മെറ്റീരിയൽ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി ഉയർന്നു വരും എന്നാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് പാർട്ടി റഹീമിനോട് ഡൽഹിയിൽ പോകാൻ പറയുന്നു, MP ആവാൻ പറയുന്നു, ദേശീയ രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. മൊത്തത്തിലൊരു ഷിഫ്റ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് പോകുന്നു, പിന്നെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇപ്പം തന്നെ നമ്മളെല്ലാ ലോക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനും ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന ഒരു നേതാവിനെ പിന്നെ ബജറ്റ് പോലെയുള്ള ദേശീയ വിഷയങ്ങൾക്ക് മാത്രം വിളിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ പ്രിഫറൻസ് മാറ്റി. റഹീമിന് ആ ചേഞ്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പെട്ടെന്ന് കേരളത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും സജീവമായ ഒരാൾ പെട്ടെന്ന് ബജറ്റ്, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സർക്കാർ നയങ്ങൾ പോലെയുള്ളതിലേക്ക് നിങ്ങളുടെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആയല്ലോ. ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മാറ്റം എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് വലിയൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഡൽഹി. പ്രത്യേകിച്ചും പാർലമെൻറ്റ്, രാജ്യസഭ. വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് അത് എനിക്കങ്ങനെ തോന്നി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനും ഡൽഹിയിലേക്കുള്ളത് വളരെ യാദൃച്ഛികമായ ഒരു മാറ്റമായിരുന്നു. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി സഖാവ് PA മുഹമ്മദ് റിയാസും ഞാൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം മന്ത്രിയായി വരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ഡൽഹിയിൽ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഒരു ഒഴിവ് എന്നെ തന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ ചുമതലപ്പെടുത്തുന്ന DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിക്കുന്നത്. അത് പെട്ടെന്നുണ്ടായൊരു സംഭവം തന്നെയാണ്. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുമ്പോൾ ഒരു വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ നിങ്ങളും നമ്മളുമൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഇന്ത്യൻ റിയാലിറ്റി എന്താണ് എന്നൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നേരിട്ട് ഫീൽഡിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്നുള്ള ചുമതലയും പ്ലസ് രാജ്യസഭാ MP എന്നുള്ള ചുമതലയും തന്നെയാണ്. പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയ്ക്കകത്ത് ഇരിക്കുന്നവരെ നോക്കൂ, എല്ലാം ലെജൻസാണ്. രാഷ്ട്രീയത്തിലാകട്ടെ അതതു മേഖലകളിലെ ലെജൻസാണ്.
അവരിൽ നിന്ന് എന്തെല്ലാം ലേൺ ചെയ്യാനുണ്ട്. അങ്ങനെ ആകെ നോക്കുമ്പോൾ നമുക്ക് ഈ ലേണിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണല്ലോ. അതിന് പറ്റിയ എന്നെ കൂടുതൽ സമ്പുഷ്ടമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. നന്നായിട്ട് കാണുന്നത്. വളരെ ഇപ്പോൾ എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും. അതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കൂടുതൽ ക്ലാരിറ്റി, ഇതെല്ലാം അങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, കേരള പൊളിറ്റിക്സ് ഇപ്പോഴും മോഹിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ബാക്കി കിടക്കുന്നില്ല? തിരിച്ചു വരാൻ എപ്പോഴും കുതിക്കുന്ന. അല്ല, തീർച്ചയായിട്ടും അതിൽ തർക്കമില്ലല്ലോ. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് കേരളത്തിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ. കേരളത്തിൽ ഫോക്കസ് ചെയ്യുക. കേരളം എന്ന് പറയുന്ന തറയെ മറന്നുകൊണ്ടല്ല, പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാനും ഈ ഷിഫ്റ്റ് എനിക്ക് ഗുണമായിട്ടേ ഉള്ളൂ. പക്ഷെ എന്തുമാത്രം ഒരു ഭാരമുള്ള ഉത്തരവാദിത്തമാണെന്ന് തന്നെ തോന്നുന്നു. കാരണം CPIM പോലൊരു പാർട്ടി, ലെഫ്റ്റിനെ പോലെയുള്ള കക്ഷികൾ, പൊതുവേ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്പേഴ്സ് കുറവാണ്, അവർക്ക് ആ നിലയ്ക്കുള്ള ഒരു സ്ക്വാഡിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ നിങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രാജ്യത്തോട് സംസാരിക്കാനുള്ള ബാധ്യത നിങ്ങൾ മാത്രമാണ്. സോ അതിൽ ഒരാൾ, ആ ചെറിയ സ്ക്വാഡിൽ ഒരാൾ നിലയ്ക്കുള്ള അതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ട്? വലിയ ഭാരമാണ്. കാരണം പല കാര്യങ്ങളും, ചില വാക്കുകൾ, ചില ടേമുകൾ തന്നെ നമ്മുടെ നാവിൽ നിന്ന് മാത്രമേ വരാനുള്ളൂ. ഉദാഹരണത്തിന് പണിമുടക്ക് ദിവസം, രാജ്യസഭയ്ക്കുള്ളിൽ പണിമുടക്കിനെ കുറിച്ച് സംസാരിക്കാൻ ജോൺ ബ്രിട്ടാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും വലിയൊരു അവസരം കിട്ടിയത് ആ ദിവസം തന്നെയാണ്. ബാങ്കിങ് ജീവനക്കാരുടെ പ്രശ്നം, എനിക്ക് അന്ന് 0 ഓവർ ലോട്ട് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ എനിക്ക് അത് ഉന്നയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ തൊഴിലാളികളുടെ പ്രശ്നം, തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് എത്രയോ കാലമായി ഇന്ത്യൻ പാർലമെൻറ്റ് പ്രോ ലേബർ ഡിസ്കഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഏതൊക്കെ പാർട്ടിയുണ്ടില്ല. ലേബർ എന്ന പദം തന്നെ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്ന് പതുക്കെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറയാൻ, മൈനോറിറ്റീസിന് വേണ്ടി സംസാരിക്കാൻ, സംഘപരിവാർ ഫാസിസത്തിനെതിരെ നിർഭയം അഭിപ്രായം പറയാൻ, തീർച്ചയായിട്ടും ആ വാക്കും ഇനി അതിലുപരി പ്രസൻസ് വളരെ പ്രധാനമാണ്. പലയിടത്തേക്കും പോയി എത്താൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രിട്ടാസ് ദീപകിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോകാൻ ഇന്ത്യയിൽ ആ സ്റ്റേറ്റിലുള്ള കോൺഗ്രസ് ഉണ്ടേ, അവിടെ ആ സ്റ്റേറ്റിൽ നിന്നുള്ള വേറെ MP-മാരുണ്ടേ, ആ സ്റ്റേറ്റിലെ ഒപ്പോസിഷനായ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്, അവരുണ്ടേ. പക്ഷേ അവരല്ല പോകുന്നത്. ആ വാക്കത്തിൽ ഞങ്ങൾ പോയിടത്ത് ഞങ്ങൾ തന്നെ എത്തിയാൽ മതിയാകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഹരിയാനയിലെ നൂഹിൽ വലിയ വർഗീയ കലാപം നടക്കുന്ന സമയത്ത് എത്നിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞ അവസാനം ഹൈക്കോടതി തന്നെ ഈ ബുൾഡോസറായി നിർത്തണമെന്ന് അവസാനം പറഞ്ഞു. അവിടെ കർഫ്യൂ മാറിയിട്ട് ആദ്യമായി പോയ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഞങ്ങളാണ്. നിലോൽപ്പൽ ബസുവിൻ്റെ നേതൃത്വമുള്ള സംഘം, ഞാൻ, ശിവദാസൻ, നിലോൽപ്പൽ ബസു. ഒപ്പം പിന്നെ പോയത് സന്തോഷും, അന്ന് ബിനോയ് വിശ്വം MP-യാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള CPIയുടെ സംഘം. അവർക്ക് അകത്ത് പോകാൻ പറ്റിയില്ല കർഫ്യൂ കാരണം. ഞങ്ങൾ പോയ ദിവസം കർഫ്യൂ ഇല്ല, ഞങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റി. പിന്നെ പോയത് ലീഗാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലെഫ്റ്റിൻ്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയം ചോദിക്കട്ടെ. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം പൊതുവേ ഇന്ത്യയിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മൈനോറിറ്റീസിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കൂടിയാണ്. അത്തരം വിഷയങ്ങളിലും CPIM വളരെ ശ്രദ്ധേയമായിട്ടുള്ള പൊസിഷൻ എടുത്തിട്ടുണ്ട്. ബൃന്ദ കാരാട്ടിൻ്റെ ചിത്രം മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ചിത്രമാണ്. ഇപ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള യാത്രകൾ, ഐക്യദാർഢ്യ പ്രകടനങ്ങളൊക്കെയും. പക്ഷേ CPIM ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം മൈനോറിറ്റീസിനെ, ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റീസിനെ സംബന്ധിച്ച്, അവർക്ക് ഒരു തരത്തിലുള്ള എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അതിജീവന പ്രശ്നങ്ങൾ. അവയിൽ ദേശീയ തലത്തിലൊരു നിലപാടെടുക്കുന്ന പാർട്ടി കേരളത്തിൽ ആ മൈനോറിറ്റീസുമായിട്ടൊരു ട്രസ്റ്റ് ഇഷ്യൂവിനെ സത്യത്തിൽ നേരിടുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരിക്കലും കാണുന്നില്ല അങ്ങനെ. അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ തീരുമാനം, അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ അസ്തിത്വ പ്രശ്നം നേരിടുന്നു, അതിലേറ്റവും പ്രധാനം പൗരത്വ പ്രശ്നമാണല്ലോ. ഇന്ത്യയിൽ ആദ്യമായൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ നിമിഷം, ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നത്. നേറ്റിവിറ്റി കാർഡ് കൊടുക്കുന്നു ഒരു ഗവൺമെൻറ്റിന്. ഇനി ഇവിടെ ഈ പറയുന്ന പൗരത്വ രജിസ്റ്റർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സും നടക്കില്ല എന്ന് ഉത്തരവിറക്കുന്നു. ഈ അനിശ്ചിതത്വത്തിൻ്റെ നടുവിൽ, ഇന്ത്യൻ മൈനോറിറ്റി അനിശ്ചിതത്വത്തിൻ്റെ നടുവിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്, ഞങ്ങളുടെ ഒബ്സർവേഷൻ അത് തന്നെയാണ്. ആ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരിടത്ത് ഇതുപോലെ ഒരു ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊട്ടക്ടറായി പ്രകടമാകുന്ന വേറൊരു സ്റ്റേറ്റ് ഏതാ? ഞാൻ ഒരു വലിയ അനുഭവം പറയാം. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി. ഞങ്ങൾ ഈ കോൺവെൻറ്റിനകത്തേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്, ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. അപ്പോൾ ഞങ്ങളുടെ കോൺവേ വാഹനവ്യൂഹത്തിനൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു, ഏത് ഗേറ്റാണ് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ വഴിയെ വന്നൊരു സ്ത്രീ
അതുകൊണ്ടാണ് ഞങ്ങളവരെ രജിസ്റ്റർ ചെയ്തത്. ഒരു ചുരിദാർ ധരിച്ച ഒരു സ്ത്രീ, അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇത് തന്നെയാണ് വഴി എന്ന് ഞങ്ങൾ ക്ലിയർ ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോൾ ഈ സ്ത്രീയും അതിനകത്തേക്ക് കയറി പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ചായ സൽക്കാരത്തിന് വേണ്ടി അവിടെ ഇരുന്നു. അവിടുത്തെ ബ്രദറുണ്ട്, അച്ഛനുണ്ട്, പ്ലസ് ഈ പറയുന്ന കന്യാസ്ത്രീകളുണ്ട്. ഞങ്ങൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കന്യാസ്ത്രീകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഇവരെ വേറെ എവിടെയോ കണ്ടല്ലോ എന്നൊരു തോന്നൽ. അപ്പം ഞങ്ങൾ ഈ സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ ക്ലിയർ ചെയ്തു. സംശയിക്കേണ്ട, പുറത്ത് കണ്ട ആൾ തന്നെയാണ് ഞാൻ. പുറത്ത് പോകുമ്പോൾ വേഷം വേറെയാണെന്നേ ഉള്ളൂ. തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഞാൻ എൻ്റെ കൺകൊണ്ട് കണ്ടതാണ്. ഛത്തീസ്ഗഡിലാണ് ഇത്. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെന്തക്കോസ്ത് പാസ്റ്റർമാരായ എത്ര പേര്, CSIയുടെ പാസ്റ്റർമാരായ എത്ര പേര്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കുന്ന ആളുകൾ, മണിപ്പൂരിലല്ല ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും ഞാൻ ബിഷപ്പ് ഹൗസുകൾ സന്ദർശിച്ചു. മണിപ്പൂരിലെ ബിഷപ്പിനെ പോയി കണ്ടു, സംസാരിച്ചു. മണിപ്പൂരിൽ പോയ സമയത്ത് വ്യക്തിപരമായി പോയി കണ്ടു. ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ബിഷപ്പുമായി ഞങ്ങൾ സംസാരിച്ചു. വളരെ കൗതുകമുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കാൻ. ഇവിടെ BJPയുടെ മുഖ്യമന്ത്രിയാണല്ലോ, ഇവിടെ കേക്കൊക്കെ കൊണ്ടൊരിക്കലും കയറി കിടക്കുകയാണല്ലോ, നിങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരിക്കൽ പോലും. നിങ്ങൾ നോക്കൂ, അവിടുത്തെ ബിഷപ്പിന്, അവരുടെ കമ്മ്യൂണിറ്റി ചീഫിന് പോലും അദ്ദേഹം പോലും അപരവൽക്കരണത്തിന് വിധേയമാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ CPIM-നകത്ത് വളരെ ക്ഷുഭിത യൗവനത്തിൻ്റെ കുറേ നേതാക്കളുണ്ട്. P. A. റഹീമുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസുണ്ട്, അല്ലെങ്കിൽ M. സ്വരാജുണ്ട്, VK സനോജുണ്ട്, എത്രയോ നേതാക്കളുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടങ്ങളെല്ലാം അവയോട് തീക്ഷ്ണമായി തന്നെ പ്രതികരിക്കുക എന്ന ഉത്തരവാദിത്വം എത്രയോ കാലങ്ങളായിട്ട് ലെഫ്റ്റിലെ ആൾക്കാർ നിർവഹിച്ചു പോരുന്നതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് ആ നിലയ്ക്കുള്ളൊരു മുന്ന കുറയുന്നു എന്ന് വിമർശിക്കുന്നവരെങ്ങനെ കാണും? പ്രത്യേകിച്ച് CPIM എന്താണ് എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, സമവാക്യ രാഷ്ട്രീയം, സമ്പൂർണ്ണമായും അതിൻ്റെ കൂടെ നിൽക്കുക, അതിൻ്റെ പ്രചാരകരാവുക, അതിൻ്റെ സംരക്ഷകരാവുക, അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും ഭയങ്കര ഹേറ്റൊക്കെ തുറന്നു പറയും, വലിയ നേതാക്കന്മാരൊക്കെ വെറുപ്പ് പറയും, നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനോടൊക്കെ കർശനമായ ഭാഷയിൽ പ്രതികരിക്കുമെന്ന് നാം വിചാരിക്കുന്നവർ പോലും നിശബ്ദരാവുകയോ മൗനമാവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന ആക്ഷേപത്തെ എടുക്കുമോ? ഇല്ല, അങ്ങനൊരു ആക്ഷേപമില്ല. അങ്ങനൊരു ആക്ഷേപത്തെ പറയാൻ വേണ്ടി ഇതെന്നറിയാമോ, ഇപ്പോൾ ഒരു ഉയർന്നു വരുന്നൊരു പ്രശ്നം, ഇപ്പോൾ നമ്മുടെ വാർത്തകൾ എന്താ, ഇപ്പോൾ എത്ര ചാനലുകളാണ്, എന്താ വാർത്ത ഉണ്ടാകുന്നത്? വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്, വാക്കുകളിൽ പിടിച്ചുള്ള വിവാദങ്ങളാണ്. ശരിയല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ പോലും എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഞാൻ ഇരിക്കാൻ നിർബന്ധിതനാകുന്നത്. ഇരിക്കണം, അങ്ങനെ തന്നെയാണ്. കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട കാലമാണ്. എന്താ കാര്യം? ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നൊരു പ്രശ്നം, ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പരസ്യ പ്രതികരണം വന്നിരിക്കട്ടെ, പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞ ഒരു പ്രശ്നം, ആ പ്രശ്നം കേട്ട മാത്രയിൽ പരസ്യ പ്രതികരണം, പിന്നെന്തായിരിക്കും അതിന്മേലുള്ള വാർത്ത? അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ക്ഷുഭിത യവനം എന്നുള്ള ആലങ്കാരിക പേരിട്ട് ഈ വാർത്തകളുണ്ടാക്കി വലതുപക്ഷത്തിൻ്റെ കയ്യിലെ ഈ അടിക്കാനുള്ള ആയുധം കൊടുക്കലല്ല അവധാനതയുള്ള രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ പത്രത്തിൽ പടം വരാനും പത്രത്തിൽ പേര് വരാനും മുൻനിരയിൽ വാർത്ത വരാനും അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാക്കിൽ പിടിച്ച് വിവാദം ഉണ്ടാക്കി, എന്നാൽ പിന്നെ ഇതിൽ രണ്ടഭിപ്രായം പറഞ്ഞാൽ CPIM-ൻ്റെ ഏതെങ്കിലും ഒരു പ്രഖ്യാപിത നയത്തിനോ CPIM-ൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയോ റഹീമോ പറയാൻ തയ്യാറായി എന്നെ ഫേസ്ബുക്കിൽ 2 പേര് കുറിച്ചിട്ടാൽ, നിങ്ങൾ ഈ പറഞ്ഞ പേരുകാർ ആരെങ്കിലും കുറിച്ചിട്ടാൽ, P. A. മുഹമ്മദ് റിയാസ് കുറിച്ചിട്ടാൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഈ പറയുന്ന OB1 മാറില്ല, OB1 ഇല്ല എങ്കിലും ലൈവ് വ്യൂ മാറില്ല അല്ലേ? ഞങ്ങൾക്ക് വലിയ കവറേജ് കിട്ടും. ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായി, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞാനൊക്കെ ഇതിനകത്ത് വന്ന് നിൽക്കുന്നത്, ഞാനൊക്കെ കേരളത്തിലെ ഇപ്പോൾ എൻ്റെ ജീവിത പശ്ചാത്തലം പറഞ്ഞാൽ നല്ല ഒന്നാന്തരം കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്നൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. റഹീം ഇന്ന് CPIM-ൽ നിൽക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട് എൻ്റെ പാർട്ടിക്ക് ഈ കേരളത്തിലും ഇന്ത്യയിലും സെക്കുലർ ഫാബ്രിക്കിനെ പിടിച്ചു നിർത്താൻ, മതനിരപേക്ഷതയെ പിടിച്ചു നിർത്താൻ ജീവൻ പണയം വെച്ചും എൻ്റെ പാർട്ടി നിൽക്കും അവസാന ശ്വാസം വരെ എന്ന ഉറച്ച കൺവിക്ഷനിലാണ് A. റഹീമിനെ എത്തിക്കുന്നത്. നിശ്ചയം. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ പാർട്ടി അതിലൊരു നിലപാടുണ്ടാകും. പാർട്ടിക്ക് പിശക് പറ്റില്ല എന്ന ഉറച്ച ബോധ്യം എന്നെ നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഇപ്പം ഞാൻ വംശീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട വയോവൃദ്ധ നേതാക്കളുണ്ട്. അവരോട് പാർട്ടിക്ക് വിയോജിപ്പാണ് എന്ന് താങ്കൾ തന്നെയും പറയുന്നു. പാർട്ടിക്ക് വിയോജിപ്പുള്ളൊരു കേസിൽ നിങ്ങൾക്ക് നല്ല ഭാഷയിൽ വേണമെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കാമല്ലോ. പാർട്ടിക്ക് വിയോജിപ്പുള്ള കേസാണല്ലോ, നിങ്ങൾക്കും വിയോജിച്ച് സംസാരിക്കാം. പക്ഷേ നിങ്ങളെല്ലാവരും ആ വിയോജിപ്പിൻ്റെ ശബ്ദം അടക്കി വെക്കുന്നു, നിങ്ങളുടെ മൂർച്ചയുള്ള ഭാഷ അടക്കി വെക്കുന്നു.
ഇപ്പോൾ റഹീമായാലും സ്വരാജിനെ പോലുള്ള നേതാക്കൾ നിങ്ങൾ വലിയ ശബ്ദത്തിൽ ഈ പറയുന്ന നിങ്ങളുടെ വിയോജിപ്പുകളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പുള്ളവയോട് സംവദിച്ച് പാരമ്പര്യമുള്ളവരാണ്. പക്ഷേ നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ സവിശേഷമായ ഒരു മൗനം അവലംബിക്കുന്നു, ഒരു വഴക്കം എടുക്കുന്നു. അതെന്തിനാണത്? അതല്ല, നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ സമഗ്രമായി കാണണം. ആ വഴക്കും അങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമല്ല ഇന്നത്തെ ഈ നീഡ് ഓഫ് ദി അവർ, ഇന്നത്തെ ആവശ്യം അതല്ല. നമ്മൾ വളരെ കൃത്യമായി കാണണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരവത്തിലേക്ക് പോകുന്നു. നമ്മൾ കാണുന്ന കേരളത്തിൽ നടക്കുന്ന ചർച്ചകളാണ് ഇന്ത്യയിൽ ഇന്നത്തെ ചർച്ച എന്ന് കാണരുത്. ആ മാധ്യമ രീതികളോടും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ചർച്ചകളോടും ഇവിടുത്തെ അജണ്ടകളോടും അതല്ല, അതെവിടെയും എത്തിക്കില്ല. കേരളം കുറേ കൂടി ഉയർന്ന നിലയിൽ ചിന്തിക്കണം. ഉയർന്ന സംവാദങ്ങളും ചർച്ചകളും ഉയർന്നു വരണം. ഇപ്പോൾ ഒരു യുവ നേതാവ് നിലയ്ക്ക് നിങ്ങൾ ലെഫ്റ്റിൻ്റെ സ്പേസിൽ നിൽക്കുന്നവരാണ്. അപ്പുറത്ത് നിൽക്കുന്ന യുവ നേതാക്കളെയും കാണുന്നുണ്ടാവല്ലോ. രണ്ടും രണ്ട് കൾച്ചറിലുള്ള ഒരു പ്രവർത്തന രീതിയാണ്. പക്ഷേ ആൾക്കാർ പറയുന്നു കേരളത്തിലെ ഏറ്റവും പോപ്പുലർ യുവ നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഷാഫി പറമ്പിൽ എന്നൊരു നേതാവിനെ നോക്കും. അയാൾ വന്നിറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുമാത്രം വലിയ ആൾക്കൂട്ടമാണ്, സ്വീകാര്യതയാണ്. റീലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറയുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനെ പോലെ അയാൾ സ്വീകാര്യത നേടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങളിപ്പോഴും ഈ പറയുന്ന പഴയ കടുംപിടുത്തത്തിൽ അല്ലെങ്കിൽ പഴയ ഈ ചതുര മാർക്സിസ്റ്റ് വാചകങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നു. പുതിയ കാലത്തിൻ്റെ സ്വീകാര്യതാ മാനദണ്ഡങ്ങളുണ്ടല്ലോ, അതിനെ ഒന്നും നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സ്വീകാര്യത നിങ്ങൾക്കാർക്കും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ഡിഫറൻസിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ യൂത്ത് ബ്രാൻഡ്, യുവജന സംഘടന എന്ന് പറയുന്ന ബ്രാൻഡ്, ഞാൻ ബ്രാൻഡ് എന്നുള്ള പദം എടുക്കുകയാണേ, കോട്ട് ആൻഡ് അൺകോട്ട്, DYFI ആണ്. നിങ്ങൾ ചോദിക്കുന്നത് അതിലെ വ്യക്തികളെക്കുറിച്ചാണ്. റഹീമിന് DYFIയിൽ നിന്ന് മാറി ഒരു പ്രത്യേകമായ ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം ഞാൻ ആലോചിച്ചിട്ടില്ല. അതാലോചിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ചാൽ ഈ പറയുന്നത് ഈ എന്നെ ഒരുക്കി എന്നെ ഈ പുതിയ യുഗത്തിൽ എന്നെ വിൽപ്പനയ്ക്ക് വെക്കാൻ, അല്ലെങ്കിൽ എന്നെ ഈ പറയുന്നത് പോലെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞല്ലോ സ്വീകാര്യതയുള്ള വിഭവമാക്കി എന്നെ മാറ്റാൻ എനിക്കോ നിഷാദിനോ വേറെ ആർക്കെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ല. കയ്യിൽ കുറേ പണം ഉണ്ടായിരുന്നാൽ മാത്രം മതി, പിന്നെ അതിന് സന്നദ്ധത ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഞങ്ങളെ ആരെങ്കിലും ഒരുക്കി നിർത്തി ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സ്കൂളും അല്ല ഞങ്ങളുടെ അത്. ഞങ്ങളെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നു, നിങ്ങൾ രണ്ട് സംഘടനകളെ കമ്പയർ ചെയ്യൂ, യൂത്ത് കോൺഗ്രസിനെയും DYFIയെയും. നിങ്ങൾ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാനിപ്പുറത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. ഞങ്ങളുടെ സെക്രട്ടറി എന്നതുപോലെ അപ്പുറത്ത് പ്രസിഡൻ്റാണ്. അതെ, ഒരേ സമയത്തായിരുന്നല്ലോ. എന്താ യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നീക്കിയിരിപ്പ്? എന്താ DYFIയുടെ നീക്കിയിരിപ്പ്? DYFI നിങ്ങൾ പറഞ്ഞല്ലോ ചെന്നിറങ്ങുന്നിടത്തെ ആൾക്കൂട്ടം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ ആ ഫാൻസി പെർസെപ്ഷൻ ഗെയിമുകൾക്കപ്പുറത്ത് കേരളത്തിലെ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ, സഖാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പൊതിച്ചോറ്, ഹൃദയപൂർവ്വം പൊതിച്ചോറ്. ഒരു ദിവസം മുടങ്ങാതെ അതിനെ ഇങ്ങനെ വൈബ്രൻ്റായി ഇന്നത്തെ ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൽ നിർത്താൻ കഴിയുന്നതിൻ്റെ സംഘാടനത്തിൻ്റെ പേരാണ്, ചുരുക്കപ്പേരാണ് DYFI. നിങ്ങൾ വയനാട് 20 കോടി രൂപയാണ് വിത്തൗട്ട് എ സിംഗിൾ റെസിപ്റ്റ് ആക്രി വിറക്കി അധ്വാനിച്ച് DYFI നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സനോജും വസീഫുമാണല്ലോ ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുത്തത്. യൂത്ത് കോൺഗ്രസ് അവസാനം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ബാലൻസ് ഷീറ്റ് എത്രയാണ്? 1 കോടിയാണ്. 1 കോടി 25-30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞവരാ. അത് പോട്ടെ, ഞാനതിൻ്റെ കണക്ക് ഇങ്ങോട്ട് വന്നില്ല. കൊടുത്തതിൻ്റെ കണക്ക്, അവർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന കൊടുത്ത കണക്ക്, ആ കൊടുത്ത പൈസനെ എവിടെ നിന്ന് ഒന്നും ചോദിക്കുന്നില്ല. 1 കോടിയാണ്. ഈ 20 കോടി എവിടെ നിന്നാണ് കളക്ട് ചെയ്തേ? ഈ അവരെ വിന്യസിക്കുന്ന ഒരു സംഘാടന മികവുണ്ടല്ലോ, ഏത് കാലമാണെന്ന് കൂടി ഓർമ്മിക്കണം. അങ്ങേയറ്റത്തെ അരാഷ്ട്രീയത സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നുകയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീരുന്നില്ല. ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് ഈ മാതൃക ഞങ്ങൾ ആദ്യമായി കൊണ്ടുവരുന്നത്. ഈ ആക്രി പറക്കുന്ന, അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ആ മാതൃക. അന്ന് 10 കോടി സംതിങ് അല്ല, 11 കോടി. കോവിഡിൻ്റെ സമയത്ത് കോവിഡിനെക്കുറിച്ച് പഠിക്കുന്ന ലോകത്തിലെ അതിജീവന മാതൃകകളിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, റീസൈക്കിൾ കേരള പഠനവിധേയമാക്കാതെ പോകാനാവില്ല. ലോകം അഭിമുഖീകരിച്ച മാനവരാശിയുടെ ഒരു സന്നിഗ്ധ ഘട്ടമായിരുന്നല്ലോ.
ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുന്ന ലോകം അതിൻ്റെ ഒരു മോഡലായി. യാതൊരു സംശയം വേണ്ട. ലോകത്തെമ്പാടുമുള്ള എത്രയോ മാധ്യമങ്ങളാണ് അത് ക്യാരി ചെയ്തത്. അതെങ്ങനെ സാധ്യമായി? അത് 4 മൊബൈൽ ഫോണും പണം കൊടുത്താൽ മനോഹരമായ ചിത്രങ്ങളിടുന്ന കുറേ ഹാൻഡിലുകളും കയ്യിലിടുന്ന നടക്കുന്ന കാര്യമല്ല. മേലണങ്ങി പണിയെടുക്കണം. സന്നദ്ധത എന്ന വാക്കിന് വലിയ പ്രാധാന്യം ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് പോവുകയല്ലേ. അപ്പം നിങ്ങൾ പറയും അങ്ങനെയല്ലല്ലോ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലെന്ന്. അതൊന്നും നിങ്ങൾ നിൽക്കില്ല. എക്സ്പോസ് ചെയ്യപ്പെടും. കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ തന്നെ കണ്ടില്ലേ എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊന്നും ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയാനൊന്നും നിൽക്കുന്നില്ല. ഷാഫി നിങ്ങളുടെ ഒരു ടാർഗറ്റാണോ? എപ്പോഴും അങ്ങനെ തോന്നാറുണ്ടല്ലോ. ഏത് വിവാദം വരുമ്പോഴും നിങ്ങൾ വലിച്ചവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അയാളുടെ ഒരു സ്വീകാര്യതയെ ഒന്ന് ഔട്ട്ഷൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ പാർട്ടിയോ നിങ്ങളുടെ സൈബർ സ്പേസ് എല്ലാം അങ്ങനെ ശ്രമിക്കുന്നതോട് തോന്നുന്നുണ്ട്. സത്യത്തിൽ അയാൾ ഒരു ത്രെട്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? വ്യക്തിപരമായ ഒരാൾ ഞങ്ങൾക്ക് ത്രെട്ടല്ല, പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ത്രെട്ടല്ല. ഞങ്ങൾ രാഷ്ട്രീയമായി കാണുള്ളൂ. റഹീമിനെതിരെ ഉയർന്നു പറഞ്ഞാൽ ഞാൻ എന്നെ പേഴ്സണലി തന്നെ പറയുന്നു, എനിക്കെതിരെ രൂക്ഷമായ അക്രമങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത്. DYFI രാഷ്ട്രീയമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെയും അതിലെ നേതാക്കളെയും കാണുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിനകത്ത് ഷാഫിയോട് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ വിയോജിപ്പെന്ന് നിങ്ങൾ ചോദിച്ചു. കടുത്ത വിയോജിപ്പുണ്ട്. ഷാഫി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിനോട് ഞങ്ങൾക്ക് അതിശക്തമായ വിയോജിപ്പുണ്ട്. വിയോജിപ്പ് പരസ്യമായി പറയുന്ന വിയോജിപ്പാണ്. ജനം ചർച്ച ചെയ്യട്ടെ, ജനം വിലയിരുത്തട്ടെ. ഞങ്ങളത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോഴോ ഈ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ കാലത്തും തലമുറകളെടുക്കൂ, കോൺഗ്രസിൻ്റെ ഒരു നിര ഉയർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെയാണ്. അത് എല്ലാ കാലവും നിങ്ങളെടുത്തോളൂ. ശ്രീ എ. ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, ഇവരെല്ലാം ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സിനെ പ്രതിഷ്ഠിക്കാൻ, ഫീൽഡ് ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ അന്നെടുത്തിരുന്ന പങ്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇറയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നു. പ്ലസ് കൺവെൻഷണൽ മാധ്യമങ്ങളുടെ സഹായം കൂടിയാകുമ്പോൾ വലിയൊരു വോളിയുമായി, വലിയൊരു സഹായമായി അവർക്കത് ലഭിക്കുന്നു. അവരിതിനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതാണ് അവർക്ക് കിട്ടുന്ന ഈ വിസിബിലിറ്റിയുടെയൊക്കെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് മേലല്ലെങ്കിൽ പണിയെടുത്തിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ പാർട്ടിയോട് തന്നെ കൂറ് പുലർത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിന് ഒരു കാര്യം പറയും. യൂത്ത് കോൺഗ്രസിന് ഇന്ന് വരെ കേരളത്തിൽ സംസ്ഥാന ഓഫീസ് ഉണ്ടായിട്ടില്ലാത്ത സംഘടനയാണ്. ഇന്ദിരാഭവനിൽ റൂമുണ്ടെന്ന് തോന്നുന്നു. ഇന്ദിരാഭവനിലെ റൂം, അതാണ് ഞാൻ പറയുന്നത്. ഇന്ദിരാഭവനിലൊരു റൂമാണ് അവർ. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് നോക്കൂ. DYFI 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് കൃത്യമായ സ്പേസ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും പേരിലുണ്ട്. മീൻസ് ഞങ്ങളുടെ ഓർഗനൈസേഷനുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും, ഇടുക്കിയിലും പിന്നെ ഒരു ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മുഴുവൻ ജില്ലകളിലും പണി പൂർത്തിയായാൽ അവിടെയാകും. സ്വന്തമായി ഞങ്ങൾക്ക് യൂത്ത് സെൻ്ററുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ കഴിയുന്ന, പൊതുജനങ്ങൾക്ക് വരാൻ കഴിയുന്ന, യുവജനങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വരാൻ കഴിയുന്ന അവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ഞാൻ ഇപ്പോഴത്തെ നേതൃത്വം മാത്രമല്ല പറയുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ തലമുറകളായുള്ള നേതൃത്വത്തെ ആകെ എടുക്കുകയാണ്. ഇന്ന് വരെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് അവർ മേലല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ ചോദ്യം സമൂഹവും അതിനും അറിയാം. അവരുടെ സംഘടനയോടെങ്കിലും അവർ നീതി പുലർത്തിയിട്ടുണ്ടോ? അവരുടെ സംഘടനയെങ്കിലും ഒരുക്കിയെടുക്കുന്നതിൽ അവരെന്ത് നീതിയാണ് പുലർത്തിയിട്ടുള്ളത്? മറിച്ച് അവസരവാദപരമായ സമീപനങ്ങൾ, അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലതുപക്ഷ വ്യാമോഹങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ബൂസ്റ്റപ്പുകൾ, അത് അന്ന് മനോരമയും മാതൃഭൂമിയെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല പണം കൊടുത്താൽ ഏറ്റവും ഗംഭീരമായി പ്ലേസ് ചെയ്യപ്പെടും. ഇപ്പോൾ നിഷാദ് ഏറ്റവും മികച്ച സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകനാണ് എന്നൊരു ബ്രാൻഡിങ് വേണോ? വളരെ എളുപ്പമാണല്ലോ. അങ്ങനെ ഇപ്പോൾ പലരും ഉണ്ടാകുന്നുണ്ടല്ലോ. ഇല്ലേ? നിഷാദ് അതിന് വേണ്ടി അങ്ങ് സ്വയത്നിച്ചാൽ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ പോകുന്നേ ഉള്ളൂ. അത് കുറച്ച് പൈസ മാറ്റി വയ്ക്കാൻ ഇതിൻ്റെ എല്ലാം പിന്നിൽ പണം ഇടുന്നതാണ്. അത് കോൺഗ്രസ്സിലെ ഓരോ നേതാക്കളും, യൂത്ത് കോൺഗ്രസ്സിലെ നേതാക്കൾ പ്രത്യേകിച്ചും, ഇന്ത്യ പൊള്ളുന്ന പ്രശ്നങ്ങളിലെ നിർണായകമായ അഭിപ്രായങ്ങൾ എടുക്കില്ല. അത് ഭയങ്കര രസകരമായ ചില ഒരു സംഭവം ഞാൻ ഓർത്ത് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെമ്പാടും ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നത് TV രാജേഷ് DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. PM മുഹമ്മദ് റിയാസ് ആ ടീമാണ്. അന്ന് ബീഫ് നിരോധനവും രാജ്യത്തെമ്പാടും വലിയ പ്രശ്നം, മുഹമ്മദ് അഖ്ലാഖിൻ്റെ പ്രശ്നമെല്ലാം ഉയർന്നു വരുന്ന നിർണായകമായൊരു സന്ദർഭമാണ്. അന്ന് ബീഫ് ഫെസ്റ്റ് നമ്മൾ നടത്തുന്ന സമയത്ത്
എന്നോട് പേഴ്സണലി ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ചർച്ചയ്ക്കെല്ലാം വരുന്നൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്നോടും പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന മണ്ടത്തരം കേട്ടോ, നിങ്ങൾ ആ പണിക്കൊന്നും പോയേക്കരുത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ ഞങ്ങൾ KSUക്കാരുടെ അടുത്ത് ചെയ്ത് തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇതൊന്നും ചെയ്ത് കേട്ടോ, അതൊക്കെ വലിയ ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ എതിർപ്പ് നിങ്ങൾക്ക് അനുകൂലമായി രൂപപ്പെട്ട് വരും എന്ന് എൻ്റെ കാതിൽ മന്ത്രിച്ച ആളെ എനിക്കിപ്പോഴും മുഖം ഓർമ്മയുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രധാനപ്പെട്ട ആളാണ്. ഞാനത് പറയുന്നില്ല ആളുടെ പേര്, പേഴ്സണൽ ടോക്കായതുകൊണ്ട്. ഒരു കാര്യം നോക്കിയാൽ മതി, ആ ബീഫ് ഫെസ്റ്റ് നടക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും അതൊരു പ്രതിരോധ മാർഗമായി കേരളത്തിൽ KSU യൂത്ത് കോൺഗ്രസോ എടുത്തിരുന്നില്ല. മറിച്ച് BJPക്കൊപ്പം ചേർത്ത് ഞങ്ങളെ പുച്ഛിക്കുക ചെയ്തേ. എന്നാൽ പിന്നീടോ അത് ഒരു വലിയ ഇതായി, അതിന് വലിയ മതനിരപേക്ഷ മനസ്സുകളിൽ വലിയ സ്വീകാര്യത കിട്ടിയെന്ന് പിന്നീട് മനസ്സിലാക്കിയോ. പിന്നീടൊരു ഘട്ടത്തിൽ വീണ്ടും ഈ പ്രശ്നം ഉയർന്നു വന്നു. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ, കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ഒരു പശുവിനെ തന്നെ കൊണ്ട് റോഡിലിട്ട് വെട്ടി. റിജിലാണ് ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ് പിന്നീട് മാറി. ശ്രീമതി ബിന്ദു കൃഷ്ണൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ ഈ കൊല്ലത്ത് നടു റോഡിൽ വെച്ച് വലിയ വാർപ്പിൽ പരസ്യമായി ബീഫ് ഉണ്ടാക്കുന്ന നിലയുണ്ടായി. ഈ കാര്യങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വനക്കൾ സിമ്പിളായൊരു കാരണം, റീസെൻറ്റ് പാസ്റ്റിൽ പാലസ്തീൻ അനുകൂലമായ ഒരു ഐക്യദാർഢ്യ പ്രകടനം കോൺഗ്രസ് വേറെ എവിടെ എടുത്തില്ല. ഇന്ത്യയിലാകെ നടത്തിയത് കോഴിക്കോടാണ്. അതും ഉത്തരേന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന ഇലക്ഷൻ ഷെഡ്യൂളുകളെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കംഫർട്ടബിളായ ഒരു ടൈം കണ്ടെത്തി കോഴിക്കോട് നടത്തി. കോൺഗ്രസും യൂത്ത് കോൺഗ്രസിലെ നേതാക്കളും അവസരവാദപരമായ സമീപനങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ എടുക്കുക, ആത്മാർത്ഥമായ സമീപനങ്ങളല്ല. ഓരോന്നും നിങ്ങളെടുത്തോളൂ. ഞങ്ങളെടുക്കുന്ന അങ്ങനെയല്ല. ഞങ്ങൾ ആത്മാർത്ഥമായ സമീപനങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ഞങ്ങൾ ശക്തമായി പൊള്ളുന്ന രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതിച്ചോറ് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വരെ നിലപാട് പറയാനും ഇറങ്ങിച്ചൊല്ലാനും ശക്തമായി സംഘപരിവാറിനോട് തുറന്ന് ഏറ്റുമുട്ടുന്നതിനും ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് അങ്ങനെ തന്നെ പോകുന്നു. പക്ഷെ അവരല്ലാതെ ഈ പറയുന്നത് പോലെ സാമൂഹ്യ മാധ്യമ പരിസരങ്ങളിൽ വലിയ ഒരു മികവ് അവർക്ക് സ്വയം പുലർത്താനും ആർജിക്കാനും ഒക്കെ കഴിഞ്ഞുകൊണ്ട് അവർ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും അല്പായുസ് മാത്രമാണ്. ഇപ്പോൾ കെട്ടിപ്പൊക്കി എത്രയോ ബിംബങ്ങളാണ് പെട്ടെന്ന് ഉടഞ്ഞു പോയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കണം തോന്നുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുമായിട്ട് വളരെ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സാങ്കേതികമായി തിരിച്ചു വരാൻ കഴിയുന്നതിൻ്റെ ചില സൂചനകളൊക്കെ കാണുന്നുണ്ട്. ഈ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന കേസുകളൊന്നും അട്രോസിറ്റി കേസുകളായി പരിഗണിക്കാൻ കഴിയില്ല എന്ന മട്ടിലൊക്കെ. അതിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടിനെ നിങ്ങൾ പോസിറ്റീവായി സമീപിക്കുന്നുണ്ടോ? അയാൾക്കിതിലൊരു പരാതി ഉയർന്നു വരുന്നു, FIR ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അയാളെ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു, അയാളെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനിച്ചതായി മനസ്സിലാക്കുന്നു. സോ നമ്മുടെ ടീമിൽ വേണ്ടതില്ല എന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായ ഒരു ഡിസിഷൻ എടുത്ത് മാറ്റിയിരിക്കുന്ന നിലയ്ക്ക് അതിനെ ശ്ലാഘിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ വീണ്ടും ചെയ്യുന്ന പോലെ ആ കേസിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ വടകരയിലെ MP കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു കോൺഫിഡൻസിൽ നിൽക്കണോ? നിങ്ങൾ കൊണ്ട് വടകരയിലെ MP പോവുകയാണ്. നിങ്ങൾ കാണേണ്ട കാര്യം, കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടോ? അത് കോൺഗ്രസിന് നിശ്ചയമുണ്ടോ? പുറത്താക്കിയില്ല. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാന്ന് വെച്ചാൽ പുറത്താക്കി. അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് അവർ പറയുന്നു, അവർ സാങ്കേതികം പറയുന്നു. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, കോൺഗ്രസിൽ അങ്ങനെയാണെങ്കിൽ ആ പുറത്താക്കിയ ആളിന് പിന്തുണ കൊടുക്കുന്ന ആളുകളെ കോൺഗ്രസ് എന്ത് ചെയ്യും? നമ്മൾ കേരളത്തിലിരിക്കുന്ന മുഴുവൻ പേരും KPCCയുടെ ജംബോ കമ്മിറ്റി ഇരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയുള്ളവരാണെന്ന് കണ്ടേക്കരുത്. അത്യാവശ്യം തലയ്ക്ക് ആൾ താമസമൊക്കെ മലയാളികൾക്ക്. സിമ്പിളായ ഒരു ഉത്തരം പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളം ഞെട്ടിയ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പുറത്താക്കി എന്നവർ പറയുന്നു. ആര് പുറത്താക്കിയെന്ന്, എവിടെ പുറത്താക്കിയെന്ന്, എന്തിനു പുറത്താക്കിയെന്ന്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ വേറെ ആരെയും പറയുന്നില്ല, അവിടുത്തെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് അയാളുടെ ജയിലിൽ പോയി സ്വീകരിച്ചതിനെയൊന്നുമല്ല ഞാൻ ലളിതവൽക്കരിക്കുന്നില്ല. ശ്രീ അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനറല്ലേ, പരസ്യമായിട്ടല്ല എന്നെ ന്യായീകരിച്ചേ. ഇരകളെ ആക്രമിച്ച് എത്രയോ പേരുണ്ടായിരുന്നു. അവരോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം എന്താ? പോട്ടെ, നിങ്ങളീ പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ, ഈ നിമിഷം വരെ അദ്ദേഹത്തെ ഈ പറയുന്നയാളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു പുതിയ സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെ തകർക്കും. അത് കോൺഗ്രസ് ആലോചിച്ചോട്ടെ. കേരളീയ സമൂഹത്തിനത് ഭൂഷണമല്ല. ആ സ്കൂളിലെ ഒരു ക്ലാസ് ലീഡറോ മറ്റോ മാത്രമായിരുന്നു ഇപ്പോൾ നിങ്ങളീ പേര് പരാമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്
ഞങ്ങൾ വളരെ ശക്തമായി, നിങ്ങൾ പറഞ്ഞല്ലോ തുറന്നു തീർക്കുന്നു, ഞങ്ങളത് പറയുമ്പോൾ, ഇത് ശക്തമായി പറയുമ്പോൾ ഇവരുടെ മുഴുവൻ ഈ പറയുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സന്നാഹങ്ങളുടെയും ആക്രമണങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന നല്ല ധാരണ തന്നെയാണ് പറയുന്നത്. നല്ല ധാരണ തന്നെ പറയണേ. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഇവരെക്കുറിച്ച് പറയാൻ പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങൾ പോലും പറയാൻ മടിച്ചു നിന്ന സന്ദർഭത്തിൽ അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ കൺവിക്ഷനാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ പറയുന്നത് ശരിയാണെന്നുള്ള ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പറയുന്നു. കോൺഗ്രസിനകത്ത് കുറേ കാലമായി ഒരു പുതിയ സ്കൂൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് അന്ന് ഒരിക്കൽ പേരിട്ട് വിളിച്ചത്. അതൊരു രാഷ്ട്രീയ അധോലോകമാണ്. അത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് പറയട്ടെ, അതിൽ പണമുണ്ട്. കേരളത്തിൻ്റെ പൊതു നന്മകൾക്കു ചേരാത്ത എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട്. അതിന് മൊറാലിറ്റി, എത്തിക്സ് എന്നതിന് 0 വിലയാണ്. ഇതൊന്നുമില്ല. ആരെയും ആക്രമിക്കും, ആരെയും തകർക്കും. അത് കൂടുതലുള്ളവരായാലും ശരി, എതിരായാലും ശരി. എത്തിക്സ് ഇല്ല. എന്തു മോശപ്പെട്ട പ്രവണതകൾ ഉപയോഗിക്കും. പിന്നെ ഇതിനെല്ലാം ഡ്രൈവ് ചെയ്യുന്ന പണം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് പണം? അനധികൃതമായ കള്ളപ്പണത്തിൻ്റെ വലിയ കടന്നുവരവ്. ഇതെല്ലാം ചേരുന്ന ഒരു രാഷ്ട്രീയ അധോലോകം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ അധോലോകം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ തോതിൽ കച്ചവടം നടത്താമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലെ മറ്റു സ്ഥലത്തുമുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്. ചെറുതല്ല, വലിയ പണമിടപാടുകൾ നടക്കുന്നുണ്ട്. ആ കള്ളപ്പണം മുഴുവൻ വന്നിറങ്ങുന്നത് ഇവിടെയുള്ള ഇത്തരം പ്രവണതകൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കേരളത്തിനിത് നല്ലതല്ല. കേരളത്തിന് ആപൽക്കരാണ്. ആ അപകടകരമായ സാഹചര്യങ്ങളെ തുറന്നു കാണിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത DYFI എന്ന ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കുണ്ട്. അത് നിർഭയമായി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലെ നേതാക്കളെ, ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ, അവരോട് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടാൽ ചിരിക്കാതിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ചായ കുടിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ. ഓക്കെ, ഫൈൻ. റഹീം, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, അതിൻ്റെ നേതാക്കൾ, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന സൈബർ ആൾക്കൂട്ടം, ഇതിനെയൊക്കെ നിങ്ങൾ വിമർശനാത്മകമായി സമീപിക്കുമ്പോൾ തന്നെ ലെഫ്റ്റിൻ്റെ ഭാഗത്തും ഈ സൈബർ സ്പേസിൽ നിയന്ത്രണമില്ലാതെ കാട് കയറുന്ന ആൾക്കാർ, ആക്രമിക്കുന്ന ആളുകൾ, താങ്കൾ തന്നെയും പലകുറി സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് കൺസേൺ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലീഡറാണ്. ലെഫ്റ്റിൻ്റെ ഭാഗത്തുനിന്നും അത്തരം പ്രശ്നങ്ങളില്ല. ഇന്നലെ G. സുധാകരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഭ്രാന്ത് പിടിച്ച ഭരണകൂട പ്രേമത്തിൻ്റെ ഉപോൽപ്പന്നമായി ചില സൈബർ കൂട്ടങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ആർക്കും ഗുണമല്ല, ഭരണകൂടത്തിനും ഗുണമല്ല, പാർട്ടിക്കും ഗുണമല്ല എന്ന്. അത്തരം ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് സ്വയം അഡ്മിറ്റ് ചെയ്യാൻ മടിയുണ്ടോ? ഇല്ല, ഇത് നിങ്ങളിതിനെ സമീകരിക്കരുത്. ആ സമീകരിക്കുന്ന ഏതുപോലെ ആയിരിക്കും അറിയാമോ? ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളമൊക്കെ തമ്മിൽ നടത്തുന്ന ചില തെറ്റായ സമീകരണങ്ങളുണ്ടാകും. ഇത് എന്തായാലും സംഭവം. നിങ്ങൾ അപ്പുറത്തെ വശത്തെടുക്കുക, ഞാൻ പേരെടുത്ത് പറയാം. ഇപ്പോൾ ഒന്ന് ശ്രീ സുധാകരൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനോട് അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്. അതുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ശ്രീ VT ബൽറാം AKGക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇതിന് സമാനമായി കേരളത്തിലെ വേറെ ഏതെങ്കിലും CPIMൻ്റെ നേതാക്കൾ പറഞ്ഞൊരു ഇൻസ്റ്റൻസ് കാണിച്ച ബെന്യാമിനെ ശ്രീ ശബരിനാഥൻ ആക്രമിച്ച ഭാഷ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇതുപോലെ ഇനി അങ്ങോട്ട് പറയാനുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ശ്രീ ജോ ജോസഫ് മത്സരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ വളരെ മോശപ്പെട്ട ഒരു വീഡിയോ പ്രചരിച്ചു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അന്ന് പറഞ്ഞെന്താ, അതിപ്പോൾ ഒരു വീഡിയോ കിട്ടി ആരാ ഫോർവേഡ് ചെയ്യാത്തതെന്ന്. ലീഡർഷിപ്പ് തന്നെ ഇത്തരം പ്രചാരകരായി വളരെ മോശപ്പെട്ട സബ്സ്റ്റാൻഡേർഡായ മലയാളി ഒരു 10 വർഷം മുമ്പൊക്കെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, എവിടെയും നിന്ന് പറയാത്ത ചീത്ത വാക്കുകൾ ഉപയോഗിച്ചല്ലേ കേരളത്തിലെ മഹത്തായ എഴുത്തുകാരി KR മീരയെ ആക്രമിച്ചത്. ആരെ ആക്രമിച്ചത്? മുഖമില്ലാത്ത ആളുകളായിരുന്നു. അല്ല, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ ഈ ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായി ഞങ്ങൾ എവിടെയും ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിൽ ഞാൻ തിരിച്ചു പറയാണ്, സോഷ്യൽ മീഡിയ പരിസരങ്ങളിൽ അതൊരു ആൾക്കൂട്ടമായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം. നിങ്ങൾ ആ ആൾക്കൂട്ടത്തിൽ ലെഫ്റ്റ് ലീനിയൻ്റെ ഉണ്ടാകും, റൈറ്റ് ലീനിയൻ്റെ ഉണ്ടാകും.
അതിൽ ലെഫ്റ്റ് നീലിനായി നിൽക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് മുഖമില്ലാത്തതോ മുഖമുള്ളതോ ആയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കരുത്. അത്തരം പ്രവണതകളെ ശക്തമായി തുറന്നെതിർക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുറന്നെതിർത്തതിൻ്റെ പേരിൽ അവരിൽ നിന്ന് പോലും ഞങ്ങൾ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഞാൻ പൊരാളി ഷാജി എപ്പിസോഡ് ഓർക്കുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ. അത് അവരെ തിരുത്തേണ്ട സമയത്ത് അത് തെറ്റാണ് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അഭിലാഷ് മോഹൻ എന്ന് ചർച്ച നടത്തുന്ന സമയത്ത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മടിയില്ല, അത് ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് പറയുന്നതാണ്. അതവർ തിരുത്തലിന് വിധേയമാകപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന അതിലേക്ക് തന്നെ ചോദിക്കുന്നത്. അപ്പം ലെഫ്റ്റിന്റെ കൊടി വെച്ച് ലെഫ്റ്റിന്റെ അല്ലാത്ത വർത്തമാനം പറയുന്ന ആളുകൾ കൂടി നിറഞ്ഞതാണ് ഈ അങ്ങാടി എന്ന് നിങ്ങൾ കാണുന്നുണ്ട്? അല്ല, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് ഞങ്ങൾ എല്ലായ്പ്പോഴും പറയാറുള്ള കാര്യമാണല്ലോ. അത്തരം പ്രവണതകളെ ഞങ്ങൾ തുറന്നു തീർത്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ പറഞ്ഞതിന് സമാനമായ എന്താ പറയുക വാർത്താക്കുറിപ്പുകൾ തന്നെ ഞങ്ങൾ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആ ഇൻസിഡൻസിലേക്കൊന്നും മടങ്ങി പോകുന്നില്ല. പക്ഷേ ഇത് നമ്മൾ സമീകരിക്കരുത് ദയവായി. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഇപ്പുറത്തെ സ്കൂളിനെ ഞങ്ങൾ വിമർശിക്കുന്നത് എന്താണ്? ഈ ലീഡർഷിപ്പ് തന്നെ ഇതിൻ്റെ ആളുകളായി മാറുകയാണ്. ഇത് രണ്ടിനെയും തമ്മിൽ സമീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായും പുരോഗമന വിരുദ്ധമായിട്ടും ഇടപെടുന്നുണ്ടോ? സ്ത്രീ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ? മറുവശത്ത് അതല്ല. മറുവശത്ത് ഏതർത്ഥത്തിലും പോകാൻ അവർ തന്നെ തയ്യാറാകുന്നു. അതൊരു ന്യൂ നോർമലാകുന്നു അവർക്ക്. എന്നിട്ടോ അവരുടെ സ്കൂളിൻ്റെ ഒരു സവിശേഷതയാണത്. അതിന് സമാനമായി ഇവിടെ ഒരു ലീഡർഷിപ്പിന് ഒരാളെ കാണിച്ച, ഒരു ഇൻസ്റ്റൻസ് കാണിച്ച, ഒരാളുടെ ഭാഷാ പ്രയോഗത്തെ കാണിച്ച സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ഭാഷാ പ്രയോഗത്തെ. അപ്പോൾ ഇത് രണ്ടിനെയും ദയവായി സമീകരിക്കരുത്. അതൊരു തെറ്റായ സ്കൂളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പറയുന്ന പ്രൊഫസർമാരാണ്, ഇരിക്കുന്ന ആ പറയുന്ന സ്കൂൾ ഇവരാണ്, ഈ പറയുന്ന എല്ലാവരും ചേർന്നിട്ടാണ്, ലീഡർഷിപ്പാണ്. ഇനി പോട്ടെ, ഞങ്ങളെ വിട്ടേക്ക്. ശ്രീ എം ഹസൻ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരായ ഒരു ക്യാമ്പയിൻ എന്തായിരുന്നു അറിയാമോ? #OMKV ഹസ എന്നായിരുന്നു. ആരാ തുടങ്ങി വെച്ചേ? പോട്ടെ, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നടക്കുന്ന ക്യാമ്പയിൻ ആരാ നടത്തുന്നത്? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതിൻ്റെ വിക്ടിമല്ലേ? വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം ശ്രീ അജയ് തറയിൽ ഒരിക്കൽ പറഞ്ഞു അല്ലേ? ഖദർ വസ്ത്രം ഇടുന്നത് റീസെൻറ്റ് പാസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയണേ. അജയ് തറയിൽ ആക്രമിക്കപ്പെട്ടത് എവിടുന്ന? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസ്സിലെ ഈ പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന് ലീഡർഷിപ്പിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ് അവരുടെ പിന്നിലെ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണോ? ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ വെട്ടുകിളിക്കൂട്ടങ്ങളെ, അവരുടെ സൈബർ ക്രിമിനലുകളെ ഭയപ്പെട്ടിട്ടാണ്. എന്താ രാഹുൽ മങ്കുട്ടത്തിൻ്റെ വിഷയത്തിൽ പല കോൺഗ്രസ് നേതാക്കളും അനുകൂലമായ അഭിപ്രായം പറയാനോ ഇല്ലെങ്കിൽ മൂകമായ നിശബ്ദത സ്വീകരിക്കാനോ സ്വയം തയ്യാറായത്? അടിപേടിച്ചിട്ടാണ്. എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അവരുടെ എല്ലാം വീട്ടിലെ സ്ത്രീകൾ തുനിഞ്ഞിറങ്ങില്ലേ? ഇപ്പോൾ ശ്രീ KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് അവരിട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നില്ലേ? ഉമാ തോമസ് നേരിടേണ്ടി വന്ന എത്ര വലിയ ദുരന്തം? ഉമാ തോമസ് നേരിടേണ്ടി വന്നത് അവരവിടെ ആ ദുരന്തം ഉണ്ടായല്ലോ. ആ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ എറണാകുളത്തുണ്ട്. ഞങ്ങൾ ലീഡർഷിപ്പെല്ലാം അന്ന് DYF ലീഡർഷിപ്പ് അവരെ പോയി സന്ദർശിച്ചതാണ്. ആ ദുരന്തത്തിൽ അവരങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടായില്ലേ? കോൺഗ്രസ് സംസ്കാരമാണോ അത്? ഇവരീ പറയുന്ന സോക്കോൾഡ് കോൺഗ്രസ് സംസ്കാരം. അപ്പോൾ ഈ വരുന്ന പ്രശ്നം എന്താണ്? ആർക്കും പിടികിട്ടാത്ത വിധമുള്ള ഒരു സംവിധാനമായി അതിനകത്ത് മാറിക്കഴിഞ്ഞു. ആരെയും ആക്രമിക്കാം, ഏതളവ് വരെയും പോകാം. അതിനകത്തുള്ളവർ അതിൻ്റെ വിക്ടിമായി മാറുന്നു. പുറത്തും ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ അതിന് ആക്രമണത്തിന് വിധേയമാകുന്നില്ല വരുന്നു. ഇവിടെ ഈ ആൾക്കൂട്ടത്തിലുണ്ടാകുന്ന ഏതെങ്കിലും പ്രൊഫൈലുകളെ നമുക്ക് തരംതിരിച്ച് കാണാം. കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളെ കാണാം. പക്ഷേ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അത് അവർ അക്കൗണ്ടബിളാണ്, അവർ ആൻസറബിളായ ആളുകൾ, അക്കൗണ്ടബിളായ ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ജനപ്രതിനിധികളായിരിക്കുന്നവർ, അവർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു വളരെ പരസ്യമായി. നമുക്കിതിൽ ഒരു അവസാന സ്ട്രെച്ചിലേക്ക് പോയാലേ, ഇപ്പോൾ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കപ്പെട്ടവരുടെ കണക്കെടുക്കുമ്പോൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ട ആൾ കൂടിയാണ് റഹീം. ആക്രമിക്കപ്പെടുക, ആക്ഷേപിക്കപ്പെടുക, പരിഹസിക്കപ്പെടുക, മോശം പേരുകൾ കൊണ്ട് കളിയാക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക പോലുള്ള സംഗതികൾ. ഇവ ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അതിൻ്റെ എല്ലാ എയറും കൊള്ളേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇറങ്ങിയിട്ടുണ്ടാവും. ഫിസിക്കലി എയർ കൊണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഡിജിറ്റൽ സ്പേസിലും കൊള്ളുന്നുണ്ടാവും. പക്ഷെ എന്നാലും പരിധി കവിഞ്ഞിട്ടുള്ള മനുഷ്യരുടെ ആക്രമണങ്ങൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ എപ്പോഴെങ്കിലും ഡിസ്റ്റേബ് ചെയ്യാറുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ പലതരത്തിൽ നമ്മളതിനെ ഒന്നിനെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയമായി കണ്ടാൽ മാത്രമേ നമുക്ക് നിങ്ങളീ പറഞ്ഞതുപോലെ
നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇമോഷണലായി പോയി. പോയി ഇമോഷണലാവരുത്. എന്നാൽ നമുക്കുണ്ടാകുന്ന അത്തരം കാര്യങ്ങൾ ഇപ്പം ഞാനതിൽ കാണുന്നത് രണ്ട് തരത്തിലാണ്. വളരെ പ്രൊഡക്റ്റീവായ ട്രോളുകളുണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോഴത് വളരെ നല്ല നിലയിൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മാർത്ഥമായി ആസ്വദിക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ പോലും നമ്മളത് ആസ്വദിക്കുന്ന ആളാണ്, സന്തോഷിക്കുന്ന ആളാണ്. അതിൽ ചില അങ്ങനെ ട്രോൾ ഉണ്ടാക്കുന്നവർ ആരാണ് എന്ന് പോലും തിരക്കുന്ന ആളാണ്. തിരക്കിയാൽ അത് കൊള്ളാലോ എന്ന് പറയുന്നൊരു ഇപ്പോൾ റീസെൻ്റായിട്ടുള്ളൊരു മിമിക്രി കലാകാരനെ ഞാൻ ഫോൺ ചെയ്ത് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് ഞാൻ അഭിനന്ദിച്ചു. റീസെൻ്റായിട്ട് വളരെ പേഴ്സണലായി വിളിച്ചു. പുള്ളി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വിളിക്കുന്നു, ഏതാണ് കാര്യം. അതല്ല, ഞാൻ വളരെ അങ്ങനെയല്ല. കർണാടക സംഗതി ഇമിറ്റേറ്റ് ചെയ്ത കക്ഷിയാണോ? ഇമിറ്റേറ്റ് ഞാൻ പുള്ളിയോട് ചോദിച്ചറിയാം. പുള്ളിയോട് ചോദിച്ചോളൂ. ഞാൻ വിളിച്ച് ഞാൻ ആദ്യമായിട്ട് അത് പുറത്ത് പറയുന്നത്. എനിക്കതിലൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രശ്നം അതല്ല. ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് അതിനെ കാണേണ്ടത്. ഒന്നെന്ന് പറയുന്നത്, ഈ എൻ്റെ നേരത്തെ പറഞ്ഞു ഒരു വശത്ത് വലിയ സ്വീകാര്യത കിട്ടുന്ന പൊളിറ്റിക്കൽ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങളത് കൊണ്ടതാവാൻ പറ്റുന്നില്ല. ഷാഫിയെ ചൂണ്ടി ചോദിച്ചല്ലോ. രണ്ട് തരത്തിലുള്ള പണിയാണ് അവരെടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അവർക്ക് മുൻപിലേക്ക് വരാനുള്ള പണി, PR. അതിൻ്റെ വേറൊരു ഭാഗമുണ്ട്, അത് ചവിട്ടാൻ. കോമ്പിറ്റൻ്റായി ഉയർന്നു വരാവുന്ന ഏതൊരാളെയും ഇല്ലാതാക്കി കളയാനുള്ള നല്ല തികഞ്ഞ പണിയും അപ്പുറത്തെ വശത്തിന് നല്ല രീതിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വരുമ്പോൾ നിങ്ങൾ വരുന്നത് ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം നോക്കൂ. അത് RSS സംഘപരിവാർ പ്രൊഫൈലുകൾ ശക്തമായി എന്നെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പുറത്തെ വശത്ത് വരുമ്പോഴേക്കും ലീഗ്, കോൺഗ്രസ്. അപ്പോൾ എനിക്കെതിരെ അല്ലെങ്കിൽ DYFയുടെ ഒരു നേതാവിനെതിരെ ഒരു പരിഹാസമോ ഒരു ട്രോളോ ഒരു ആക്രമണമോ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിക്കുകയാണ്, വോളിയം കൂടുകയാണ്, തലങ്ങും വിലങ്ങുള്ള അടിയാണ്. ഈ അടിക്കുന്നതിൽ എൻ്റെ എന്തിനെയാണ് അവർ ആക്രമിക്കുന്നത്? ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്കെതിരെ വരുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു പരിമിതിയെ, കുറവിനെ ആക്രമിക്കുന്നതാണ്. എൻ്റെ ഒരു കുറവാണ്. ഏതാണ്? എൻ്റെ ഒരു പരിമിതിയാണ്. ഞാൻ തന്നെ തുറന്ന് പൊതുസമൂഹത്തോട് സംബന്ധിച്ച് എൻ്റെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നതിനാണ് പിന്നീട് പലരും എന്നോട് പറഞ്ഞു, അല്ലല്ലോ നിങ്ങൾ മലയാളത്തിൽ നന്നായി സംസാരിക്കുന്നല്ലോ, ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലങ്ങ് വെക്കരുത്. ഇംഗ്ലീഷ് ഉപയോഗത്തിലുള്ള എൻ്റെ പരിമിതിയാണ്, ഇല്ലേ? എൻ്റെ ആ പരിമിതിയെ മാത്രമാണ് കല്ലെറിയുന്നത്. എൻ്റെ പൊളിറ്റിക്സിനെയോ എൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയെയോ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസിനെയോ എൻ്റെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെയോ എതിരാളികൾക്ക് ഇന്നുവരെ ആക്രമിക്കാൻ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരൊറ്റ പരിമിതിയെ, എൻ്റെ ഒരു കുറവിനെ, അതിനെ ആക്രമിച്ച് ആത്മരതി കൊള്ളുന്നവർ, അതുകൊണ്ട് തകർന്നു പോകുമെന്ന് കരുതരുത്. ഞാൻ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ ആലയിലാണ് എൻ്റെ പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ നിൽക്കുന്നത്. അത് SFI ആണ്, DYFI ആണ്, CPIM ആണ്. ഈ ഉയർന്നു വരുന്നതും തകർക്കാൻ ശ്രമിക്കുന്നതും രാഷ്ട്രീയമാണ്. ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്താ പെർസെപ്ഷൻ? ഒന്നിനും കൊള്ളാത്തവരാണ് ഈ നിൽക്കുന്നവരൊക്കെ. അത് റഹീമിനെ മാത്രമല്ല. നിങ്ങൾ നോക്കൂ, അപ്പോൾ ഈ പുതിയ തലമുറയിലെ ലെഫ്റ്റിലെ ഒരു വലിയ നിരയിലുള്ള യൂത്തിനെ ഞങ്ങൾക്ക് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ലീഡർഷിപ്പിനെ ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്, പൊളിറ്റിക്കലായി തന്നെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ നേരെയുള്ള ആക്രമണത്തിലേക്ക് മടങ്ങി വന്നാൽ എൻ്റെ ഈ കുറവിനെയാണ് അവർ ആക്രമിക്കുന്നത്. ആ കുറവിനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 ഇൻസ്റ്റൻസുകളാണ് പ്രധാനമായും ഈ എൻ്റെ ഇംഗ്ലീഷ് ഭാഷ സംബന്ധിച്ചുള്ള കുറവിനെ ആക്രമിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നത്. 3 ഇൻസ്റ്റൻസാണ്. അതിലൊന്നേതാ? ഒന്ന് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് ഞാൻ നടന്നൊരു പ്രസംഗമാണ്. അന്ന് ഏതാ പ്രസംഗം, ഏതാ ദിവസം? ആ പ്രസംഗത്തിൻ്റെ എഡിറ്റഡ് അല്ലാത്ത പൂർണ്ണരൂപം അന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരാളാണ് ഞാൻ. അന്ന് നിങ്ങളുൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങളും, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് പോലും അന്നത്തെ ആ പ്രസംഗത്തെയും അന്നത്തെ ലെഫ്റ്റിൻ്റെ ഇടപെടലിനെയും പ്രശംസിച്ച ദിവസമാണ്. ആ ദിവസം എടുക്കണം. ഏതാണെന്നറിയോ? കിരോടിലാൽ മീണ എന്ന് പറയുന്ന BJPയുടെ MP പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ദിവസം. കോൺഗ്രസ് വാനിഷ്ടായി, കോൺഗ്രസ് അപ്രത്യക്ഷമായി, ഒളിച്ചോടി അവിടെ നിന്ന്. PV അബ്ദുൽ വഹാബ് പാർലമെൻറ്റിൽ എണീറ്റ് എന്ന് പറയുകയാണ്, എൻ്റെ ഈ നിർണായകമായ നിമിഷം, ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം, ഇന്ന് എതിർക്കേണ്ട ദിവസം എൻ്റെ കോൺഗ്രസ് ഫ്രണ്ട്സിനെ ആരെയും ഇവിടെ കാണുന്നില്ല.
ഒരൊറ്റ ഒരാളുണ്ടായിരുന്നില്ല. ശ്രീ കെ സി വേണുഗോപാലൊക്കെ അന്ന് രാജ്യസഭാ മെമ്പറാണേ. അന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സഭയിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്ന ദിവസം അതിൽ പ്രതിഷേധവും പ്രതികരണവും ഉയർത്തിയ പാർട്ടികൾ ഒന്ന് CPM, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പിന്നെ ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി, DMK. ഞങ്ങളായിരുന്നു എഴുന്നേറ്റ് RJD ഫൈറ്റ് ചെയ്തത്. അന്ന് ഞാൻ നടത്തിയ പ്രസംഗമാണ്. ആ പൊളിറ്റിക്കൽ കോസിനെ അന്നത്തെ ലെഫ്റ്റ്, ഞാൻ എൻ്റെ ഭാഷ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് കരുതി ഞാനെന്ന് എണീറ്റ് സംസാരിക്കാതിരിക്കണോ? അതിൽ നിങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരരുത്, ഇത് ഈ രാജ്യത്തെ തകർക്കും. ഏക സിവിൽ കോഡ് സംഘപരിവാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ്, അതിലുപരിയായി വേറൊന്നുമില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ എൻ്റെ പാർലമെൻറ്റിൻ്റെ സ്പേസ് ഉപയോഗിച്ച് സംസാരിച്ചു. അന്ന് ലെഫ്റ്റേ ഉള്ളൂ സംസാരിക്കാൻ എന്ന് വലിയ തോതിലൊന്ന് ചർച്ച ചെയ്യപ്പെട്ടു. എന്നിട്ടോ ആ ഭാഷയുടെ ഒരു ഭാഗമെടുത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം അത് രണ്ട് നിങ്ങൾ കണ്ട ഇപ്പോൾ ഒടുവിൽ യലഹങ്കയിലെ സംഭവം, ഫക്കീർ കോളനിയിലെ സംഭവം, വസിം ലേഔട്ടിലെ സംഭവം, അവിടെ തകർത്തെറിഞ്ഞ മനുഷ്യരുടെ അരികിലേക്ക് പോകുമ്പോൾ എനിക്കതിലുണ്ടായ ഏറ്റവും വലിയ വിഷമം എന്നെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവമായ ആക്രമണമല്ലോ. ഞാനന്നവിടെ നിരവധി ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഞാൻ ബൈറ്റ് കൊടുത്തു. ഞാൻ ഇന്ത്യ ടുഡേക്ക് അന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ആയി തന്നെ അവരെടുക്കുന്നുണ്ട്. സൂം ഇൻ്റർവ്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ റിപ്പബ്ലിക് TV സംസാരിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനലിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. NDTV സംസാരിക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ഏഷ്യാനെറ്റിൻ്റെ സുവർണ TV ലൈവായി ടെലികാസ്റ്റ് ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് തന്നെ. അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ പറയുന്ന അവിടുത്തെ വേറൊരു ചാനലിനോട് സംസാരിക്കുന്നത്. ആ സംസാരിച്ചതിൻ്റെ ആദ്യഘട്ടങ്ങൾ മുഴുവൻ സംസാരിച്ചു. അതിൻ്റെ ലാസ്റ്റ് ഒരു പാർട്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് എനിക്കെതിരെ എൻ്റെ ആക്രമിച്ചത്. ആ ആക്രമിച്ചതിൻ്റെ പരിമിതിയാണല്ലോ എൻ്റെ ആ സമയത്തുണ്ടായ എൻ്റെ വ്യക്തിപരമായ ഭാഷയുടെ എൻ്റെ വൈദഗ്ധ്യ കുറവിനെ, എൻ്റെ പരിമിതിയെ, എൻ്റെ കുറവിനെ അവർ ആക്രമിച്ചു. അതിലുണ്ടായ എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്കവിടെ പോയി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു കാര്യമായിട്ട് ഞാനും DYFI ഡെലിഗേഷനും കണ്ട കാര്യം എന്താ, ഈ പാവങ്ങളുടെ പ്രശ്നത്തെ ഈ ചാനലുകൾ കയറി നിർബന്ധിതമായി. ആദ്യമായിട്ട് ഈ ചാനലുകളെല്ലാം അന്നവിടെ വന്നത് ഞാനവിടെ പോകുന്ന ദിവസമാണ്. ഈ ചാനലുകളിൽ വാർത്ത വരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ച ദിവസമാണ്. അപ്പോൾ ആ കോസിനെ, ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ കോൺഗ്രസ് ഭരിക്കുന്നൊരു സ്ഥലത്ത് മുസ്ലിങ്ങളും ദളിതരുമായ ആളുകളെ ബുൾഡോസ് ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞതിനെ സംബന്ധിച്ച് ആ വിഷയത്തെ അവർ തമസ്കരിക്കുകയാണ്. അതിൻ്റെ മെറിറ്റ് കെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ പരിമിതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിലായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ. ഞാൻ അന്ന് ജനങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ കല്ലെറിയുന്ന സമയത്ത് എൻ്റെ പരിമിതി ഉണ്ടെന്ന് ഞാനത് തിരുത്തിക്കൊള്ളാം. എനിക്ക് ഈ കുറവുകളില്ലാത്തൊരു മനുഷ്യനാണ് എന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. എനിക്കൊരുപാട് കുറവുകളുണ്ടാവില്ലേ. ഫ്രണ്ട്സൊക്കെ അഭിപ്രായം പറയും ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്കുള്ള നിങ്ങൾ പലതരത്തിലുള്ള വൈതരണികളെ നേരിടേണ്ടി വരും. പാർട്ട്ണർ, കുട്ടികൾ, ഇവരെയൊക്കെ ഇത് ഇമോഷണലി ബാധിക്കാറുണ്ടോ? അത് പലതരത്തിൽ ബാധിക്കാറുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ചില ആക്രമണങ്ങൾ ഭീകരമായുള്ള രാഷ്ട്രീയ വൈരാഗ്യം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളില്ലേ, ഇപ്പോൾ നിങ്ങളോട് കുറേ നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ഷാഫി മുതൽ രാഹുൽ വരെയുള്ള കുറേ പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞല്ലോ. ഈ വീഡിയോ ഔട്ട് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങൾ എനിക്കറിയാത്ത ആളല്ല. ആ ആക്രമണങ്ങൾ അവരെന്നെ മാത്രമല്ല ആക്രമിക്കുക, എൻ്റെ ഭാര്യയെ ആക്രമിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ മാനസികമായ അവർക്ക് ആഘാതമുണ്ടാക്കുന്ന വിധം പോലും ആ ആക്രമണങ്ങൾ ഒരുപക്ഷെ വളർന്നിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് നിൽക്കും ഞങ്ങൾ. അത് നിൽക്കാനുള്ള രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ മോനുൾപ്പെടെയുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സ്വയം ശീലിച്ചു വരുന്നത്. തമാശ പറയുന്നിടത്ത് തമാശ പറയുമ്പോഴും ഒരുമിച്ച് പ്രതിരോധം തീർക്കേണ്ടടുത്ത് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറയാനും ഒക്കെയുള്ള ആ തിരിച്ചറിവ് കൂടി സ്വായത്തമായിക്കൊണ്ട് തന്നെയാണ്. ഈ ഭാഷയുടെ കാര്യം പറയുമ്പോഴേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയം പറയുക, പാർട്ടിക്ക് പറയാനുള്ള നയം പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം. അതിന് ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. ഞാൻ ഭാഷ ഒരു പരിമിതി നിലയ്ക്ക് അവതരിപ്പിക്കുകയല്ല, മറിച്ച് നമുക്ക് പറയാനുള്ള സംഗതികൾ രാജ്യത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ എക്വിപ്ഡ് ആവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുമ്പിലില്ലേ. അതിനെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താണ്, എൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലും നേരിട്ടും പറഞ്ഞത്, ഞാനത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ഞാനത് മെച്ചപ്പെടുത്താം. ഞാൻ കൺഫസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനമാണ്. അപ്പോൾ പലരും എന്നോട് വ്യക്തിപരമായി ചോദിക്കാറുണ്ട്, പാർലമെൻറ്റിനകത്ത് മലയാളത്തിൽ സംസാരിച്ചുകൂടെയെന്ന്. തീർച്ചയായിട്ടും മലയാളത്തിൽ സംസാരിക്കാൻ കഴിയാമെന്ന് പറയുന്നത് നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള ബില്ലുകളിന്മേലുള്ള ചർച്ച, ആ ചർച്ചകൾക്ക് നേരത്തെ കൂട്ടി പ്രാദേശിക ഭാഷകൾ എഴുതി കൊടുക്കാം.
അപ്പോൾ ഏത് ഭാഷ വേണോ എഴുതി കൊടുക്കാം, തമിഴ് എഴുതി കൊടുക്കാം, തെലുങ്ക് എഴുതി കൊടുക്കാം, മലയാളം എഴുതി കൊടുക്കാം. എഴുതി കൊടുത്താൽ അവർ അവിടെ ട്രാൻസ്ലേറ്റർ അവൈലബിൾ ആക്കും, നമുക്കത് പ്രസംഗിക്കാം. അപ്പോഴാണ് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുക. ഞാൻ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലും അങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ല. ഒരു ദിവസം മാത്രമാണ് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മലയാളത്തിൽ ബോധപൂർവ്വം പ്രസംഗിക്കണമെന്ന് കരുതിയിട്ട് അന്ന് ഉപയോഗപ്പെടുത്തി, വേറെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഞാനത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ? നിങ്ങളീ പറഞ്ഞതുപോലെ മെച്ചപ്പെടുത്താനുള്ള, നമ്മൾ സംസാരിക്കാതെ ഒരിക്കലും ഭാഷ മെച്ചപ്പെടില്ല. താങ്കളുടെ ആദ്യത്തെ ചോദ്യവുമായി ഇതിനൊരു കണക്ഷനുണ്ട്. എൻ്റെ പ്രവർത്തന മേഖലയായിരുന്നില്ല അവിടെ. എനിക്കറിയാം. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിക്കുന്നത്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാവുന്ന ആളായിരുന്നില്ല. ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് നിലമ്പൽ NSS കോളേജിലെ ഒരു ക്ലാസ് മുറിയിൽ വെച്ചാണ്. ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന്. അന്ന് ഞാൻ പ്രീ-ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ 45 മിനിറ്റിലധികം നീണ്ട പ്രസംഗമാണ്. എനിക്ക് മലയാള ഭാഷയിൽ നിങ്ങൾ ഏത് സന്ദർഭത്തിലും എനിക്ക് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കത് മതിയായിരുന്നു. ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനായാലും രാഷ്ട്രീയം പറയാനും ഒക്കെ എനിക്കത് മതിയായിരുന്നു. 2, ഈ പറഞ്ഞ പോലെ ഡൽഹിയിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ എന്ത് ചെയ്യുമെന്നാണല്ലോ ചോദിച്ചത്. ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ ഭാഷയില്ലേ, ഇതൊന്നും ആയിരുന്നില്ല ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നല്ല ട്രെയിനിങ്ങിന് വിധേയമാവുന്നുണ്ട്. ഞാൻ എൻ്റെ MBI എന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞുവിടുന്ന സമയത്ത് DYFയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി പോകുന്ന സമയം മുതൽ തന്നെ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വായനകൾ തീർച്ചയായിട്ടും പല ഈ രംഗത്ത് പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും അവർ സജസ്റ്റ് ചെയ്ത പ്രകാരമുള്ള വായനകൾ, പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്ക് മാറി. പ്രൊഫഷണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 പേർ എൻ്റെ അത്തരത്തിലുള്ള ട്രെയിനിങ്ങിനായി പല ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചവരുണ്ട്. അതിൽ ആദ്യ ഘട്ടത്തിൽ വന്ന ഒരാളുണ്ട്, രണ്ടാമത് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, മൂന്നാമത് ഇപ്പോൾ ഒടുവിലത്തെ എനിക്ക് കുറേ കൂടി ഒരു കമ്മിറ്റ്മെൻ്റ് ആയല്ലോ. മീൻസ് ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാമെന്ന് ഞങ്ങൾക്ക് ജനങ്ങളോടല്ലേ പറഞ്ഞത്, ഇല്ലേ? എനിക്ക് കുറവുണ്ട്, എനിക്ക് പരിമിതിയുണ്ട്, ഞാനത് മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞത് ഞാൻ ആരോടാ? അതൊരു വാഗ്ദത്തമാണ്. അത് പറഞ്ഞില്ലേ ഞാൻ? അതിനുശേഷം വളരെ ഈ പറയുന്ന മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ, എനിക്ക് പഴയതിനേക്കാൾ ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ആദ്യത്തതിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞാൻ വളരെ നല്ല കോൺഫിഡൻസോടുകൂടി എനിക്കിപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുമ്പോഴും ഇപ്പോൾ എന്താണ്, എൻ്റെ ആത്മവിശ്വാസം കെടുത്താമെന്ന ലക്ഷ്യത്തോടു കൂടി സംസാരിക്കുന്നതിന് എവിടെയെങ്കിലും ഒരിടത്തൊരു സാധനം വന്നാൽ അത് പിടിക്കും. അപ്പോൾ എന്താണ്, കുറേ കൂടി പെർഫെക്ഷൻ ഞാൻ വിധേയനാകപ്പെടും. ഈ പാർലമെൻറ്റിൽ ഇതിനകത്ത് പാർലമെൻറ്റിനകത്തുള്ള എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ്. പാർലമെൻറ്റിനകത്തോ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾക്കകത്തോ എവിടെയെങ്കിലും ഒരിടത്തോ, ഞാൻ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും ഒരിടത്ത് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരിടത്ത് ആ അപ്പുറത്തെ വശത്തുള്ള ഏതെങ്കിലും ഒരാളോ പാർലമെൻറ്റിലെ സഹപ്രവർത്തകരോ ഈവൻ ചെയറോ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല, ഇത് എന്താണ് സംസാരിക്കുന്നത് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ പർപ്പസ്, എൻ്റെ പർപ്പസ് എല്ലാം സെർവ് ആവുന്നുണ്ട്. അതെ, കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ഡൺ. അത് നടക്കുന്നുണ്ട്. അത് എവിടെയാണോ നടന്നിട്ടുള്ളത് അവിടെയെല്ലാം നടന്നിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ ഈ കുറ്റത്തെ കണ്ടെത്തിയിട്ട് അത് വെച്ചിട്ട് ആക്രമിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നിലയ്ക്ക് ഇതെല്ലാം നന്നായി ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിനും ഒരു മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ കേന്ദ്രീകൃതമാണ്, തീർച്ചയായിട്ടും കേന്ദ്രീകൃതമാണ്. അത് ലെഫ്റ്റിനെതിരെ വരുന്ന പൊളിറ്റിക്കലാണ്, കേന്ദ്രീകൃതമാണ്. ആ കേന്ദ്രീകൃതമായ സാധനം വരുമ്പോൾ അപ്പോൾ നമ്മളതിനെ, നിങ്ങൾ എന്നെ കല്ലെറിയുന്ന ഇതിനല്ലേ ശരി, ഇത് കറക്റ്റ് ചെയ്തോളാം. ഇത് കറക്റ്റ് ചെയ്യേണ്ടത് അവരുടെ കൂടെ മാത്രമല്ല, എറിയുന്ന കല്ലുകൾക്കെല്ലാം നന്ദി, എറിയുന്ന എല്ലാ കല്ലുകൾക്കും നന്ദി, എറിയാൻ വെച്ചിരിക്കുന്നതിനും നന്ദി. കാരണം എന്തെന്നറിയോ, ആ കല്ലേറുകളാണ് എന്നെ കൂടുതൽ ഇപ്പോൾ ഇതുവരെ ഞാൻ ട്രെയിനിങ് എടുത്തിരുന്നു, ഇപ്പോഴും എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കുറേ കൂടി അഗ്രസീവായി ഇപ്പോൾ എടുക്കുന്നുണ്ട് കൂടുതൽ. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ അഗ്രസീവാകാൻ കാരണം? ഒടുവിൽ തന്നെ ഒരുമിച്ച് നിങ്ങളും കല്ലെറിഞ്ഞില്ലേ, ഇല്ലേ? ആ കല്ലേറിന് പ്രത്യേക നന്ദി. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കല്ലുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിനും നന്ദി, എറിഞ്ഞോളൂ. അത് കൂടുതൽ എന്നെ നവീകരിക്കാനുള്ള ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അത് പൊതുസമൂഹത്തിന് കൊടുത്തിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്, ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മാത്രമല്ല, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഞാനതുകൂടി പറയാം. ഈ പുതിയ തലമുറ, നമ്മുടെ പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറയുണ്ട്, അവരോടെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് എന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വരുന്ന ആളുകളിൽ. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട്
എനിക്ക് എന്നെ ഒരുക്കിയെടുക്കേണ്ട കാര്യം എനിക്കുണ്ട്. അതിന് നിങ്ങൾ എറിയുന്ന കല്ലുകൾക്ക് പ്രത്യേക നന്ദി. യെസ്. ഫൈനലി ചോദിക്കുന്നതായിരുന്നു, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, ഒപ്പം DYFIയുടെ ഉത്തരവാദിത്തമുണ്ട്. പിണറായി വിജയനുമായി ഇത്തരം കാര്യങ്ങൾ ഇത്തരം അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ, അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അതുണ്ടോ? എങ്ങനെ സമയബന്ധിതമായി അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ? ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നായി ഞാൻ കാണുന്നത്, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അപൂർവമായി മാത്രം ഉയർന്നു വന്നേക്കാവുന്ന ചില രാഷ്ട്രീയ മനുഷ്യരുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്. ചരിത്രത്തിലെ ഒരു പ്രത്യേകമായ സ്ഥാനം ലഭിക്കുന്ന ആളുകളുണ്ട്, ടവറിങ് ഫിഗേഴ്സ്. സഖാവ് പിണറായി വിജയനെ അടുത്ത് മനസ്സിലാക്കാനും ആ വലിയ സർവകലാശാലയിൽ നിന്ന് ലേൺ ചെയ്യാനും ഞാനത് വളരെ ആത്മാർത്ഥമായി പറയാണ്, സാധിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അങ്ങേറ്റം ആവേശഭരിതമാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ നേതാക്കളെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ സഖാവ് പിണറായിയുടെ പേര് എടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, സഖാവ് പിണറായി എ ജെന്യുവിൻ അയൺമാനാണ്. ഒരു ജെന്യുവിനായ മനുഷ്യൻ, അങ്ങേറ്റം ജെന്യുവിനായ മനുഷ്യൻ, സ്ട്രെയിറ്റ് ഫോർവേഡായ മനുഷ്യൻ. 2, ഒരു അയൺമാൻ, ഒന്നിലും കുലുങ്ങാത്തൊരു മനുഷ്യൻ, ഒന്നിലും കുലുങ്ങാത്തൊരു മനുഷ്യൻ. അത് 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 ഞാൻ വെറുതെ പറയുന്നില്ല, അത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്, നമ്മുടെ ഒരു അനുഭവമാണ്. എത്രയോ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെമ്മറീസ് നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? അല്ല, ഒരു കാര്യം എന്നെ ഈ ഒരു തിരിച്ചറിവ്, ഞാൻ വളരെ അത്ഭുതപരതന്ത്രനായി നിന്ന് പോയ ഒരു ദിവസമുണ്ട്. അതിന് സാക്ഷിയായ ഒരാൾ കൂടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അത് ഇപ്പോഴത്തെ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദറാണ്. എന്നെ ഞാൻ ചെറിയ പ്രായത്തിലാണ് സഖാവ് പിണറായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റഡാറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാപുസ്തകത്തിൽ ഞാനെന്ന പേരുകാരനുണ്ട് എന്നെനിക്കറിയില്ല. ഞാനെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലയുടെ വൈസ് പ്രസിഡൻറ്റോ മറ്റോ ജില്ലാ പ്രസിഡൻ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രസിഡൻ്റാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, എൻ്റെ ശ്രദ്ധയിൽ എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ കരുതിയില്ല. അപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, അത് വന്ന് നാളെ ഇങ്ങനെ ഇന്നയാളെ പാർട്ടി സെക്രട്ടറിയെ കാണുമെന്ന് പറയുന്നു. സത്യം പറയാൻ ആദ്യം പേടിക്കാതെ, എന്തിനാണ് വിളിപ്പിക്കുന്നത്, എന്തിനായിരിക്കും. പക്ഷേ എന്നെ വിശാലമായി പറയുന്നില്ല, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ലക്ഷദ്വീപിൽ പോകാനായിരുന്നു. ലക്ഷദ്വീപിൽ അന്ന് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് പൂർണ്ണമായി പോകണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സഹാവുമായി നേരിട്ടാണ്. കേരളത്തിൻ്റെ കീഴിലാണ് ലക്ഷദ്വീപ്. അപ്പോൾ അത് ഞാൻ ചെറിയ പ്രായമാണ്, SFIക്കാരനാണ്. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് എൻ്റെ ചുമതല നൽകി ഇവിടെയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ പേരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു കൗതുകം, ഞാനങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചെല്ലുന്നു, നമ്മളെ വിളിക്കുന്നു, കറക്റ്റ് സമയം 12 മണി. ഇപ്പോൾ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു, നിൻ്റെ സമയമല്ല, 12 മണിയാണ്. എനിക്ക് പറഞ്ഞുകൊണ്ട് 12 മണി എന്ന സമയം പോലെ ഞാൻ മറക്കില്ല. ഞാൻ ചെല്ലുന്നു, ഞാൻ 11:45 ഇവിടെ ഹാജരാണ്, കറക്റ്റ് 12 മണിക്ക് മുമ്പിലിരിക്കുന്നു. എന്നോട് ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നു. ഞങ്ങളുടെ എന്താ, അതും അങ്ങേറ്റത്തെ ഡെമോക്രാറ്റിക് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പോകണമെന്നല്ല പറഞ്ഞത്, ഇങ്ങനെ പാർട്ടി ആലോചിക്കുന്നുണ്ട്, എന്താണ് സഖാവിൻ്റെ അഭിപ്രായം, ഇതാണ് ചോദ്യം. SFIക്കാരനായ എന്നോട് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചിരുത്തിയിട്ട്, അല്ല നിങ്ങളെ ലക്ഷദ്വീപിൽ തീരുമാനിച്ചിട്ടുണ്ട്, നാളെ അങ്ങ് പോയേക്കണം എന്നല്ല. ഹൈലി ഡെമോക്രാറ്റിക് ആണെന്നതിൻ്റെ ആദ്യത്തെ ലേണിംഗ് ആയിരുന്നു എനിക്കവിടെ. അപ്പോൾ ആണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം, ഞാൻ പോകാം, ഉത്തരവാദിത്തം ചെയ്തോളാം. ശരി, അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വന്നാൽ മതി, ബാക്കി അവിടെയാണ്. എല്ലാ ദിവസവും എന്നെ വിളിക്കണം, എല്ലാ ദിവസത്തെ അപ്ഡേഷൻ നേരിട്ട് തരണം. എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അതിനകത്താണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇതാണ് ഇൻസ്ട്രക്ഷൻ, ഇന്ന ആളുകളെ കോൺടാക്ട് ചെയ്യണം എന്ന് പറയുന്നു. ശരി, അവിടെ അബ്ദുൽ ഖാദർ ഉണ്ടാവും. അപ്പോൾ അബ്ദുൽ ഖാദർ നേരത്തെ അവിടെ പോയി ചുമതലയുണ്ട്. അപ്പോൾ അബ്ദുൽ ഖാദർ അവിടെ ഉണ്ടാകും. കുറച്ച് ദിവസം നിങ്ങളവിടെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി അബ്ദുൽ ഖാദറോട് നിന്ന് എല്ലാം പരിചയപ്പെടുത്തും. എന്നിട്ട് അബ്ദുൽ ഖാദർ മടങ്ങും, നിങ്ങൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മടക്കരുതെന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ ഞാൻ പോകുന്നു, അവിടെ ചെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിളിക്കാനായിട്ട് ഒരു എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ പാലിക്കപ്പെട്ടില്ല. എനിക്കൊരു മടി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിളിക്കും, ഈ ഒരു ബ്ലോക്ക് ഉണ്ട്, സത്യം പറഞ്ഞാൽ ഉണ്ട്.
അപ്പോൾ ഞാൻ വിളിച്ചില്ല. അപ്പോൾ അതിനിടയിൽ ഒരു ദിവസം ഈ പറയുന്ന ദിവസത്തിലേക്ക് വരിക, എന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഞാൻ ആ ദിവസം സൂചിപ്പിച്ച ദിവസം നമ്മൾ താമസിച്ച മുറിക്കകത്ത് ഞങ്ങൾ പുറത്ത്, ഞാൻ അബ്ദുൽ ഖാദർ സാബും കൂടി പുറത്ത് പോയി സ്ക്വാഡ് ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഉച്ചയോടുകൂടി തിരിച്ച് റൂമിലെത്തി നേരത്തെ എസൻസി ലാബിൻ്റെ ഒരു പുതിയ ബ്രേക്കിംഗ് വരുന്നു. ഒരു ഭീകരമായ ബോംബ്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ മുഴുവൻ ചാനലുകളും ഇതിങ്ങനെ പൊട്ടിക്കുക. പൊടിയാൽ വാർത്ത വന്നിട്ട് മത്സരിച്ച് പൊട്ടിക്കുക. ഭീകരമായി പുതിയൊരു സാധനം വന്നിരിക്കുന്നു. അപ്പം അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മുറിയിൽ ഞാൻ അബ്ദുൽ സാഹിബ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. ആ വാർത്ത അങ്ങനെ സ്ഫോടനാത്മകമായ വാർത്തയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ അവനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന വാർത്തയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഇത് ആ തകരാണല്ലോ എന്നുള്ള ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അലി ഓടി അകത്തേക്ക് വരിക. അതെ, വിജയേട്ടൻ ഫോണിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഈ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അടുത്ത് പുള്ളി, ഇവിടെയും നിങ്ങൾ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ മനുഷ്യനപ്പുറത്ത്, അല്ല പോയിട്ടെന്തായി? വളരെ കൂളായിട്ട്, വളരെ കൂളായി. ഞാൻ ആത്മഹത്യ പറഞ്ഞു, വളരെ കൂളായി. എന്തൊക്കെയായി? അല്ല എന്താ പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് സഖാവ് വിളിക്കാത്തേ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ബ്ലോക്കാണ്. അല്ല അത് വേണ്ട, എല്ലാ ദിവസവും വിളിക്കണം, എല്ലാ ദിവസത്തെയും വിവരങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. പറയൂ എന്തൊക്കെയായി ഇതുവരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തോട് വിസ്തരിക്കുകയാണ്, ക്ഷമാപൂർവ്വം കേൾക്കുകയാണ്. എന്നിട്ട് അതിന്മേലുള്ള ഓരോ അഭിപ്രായവും എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഇദ്ദേഹത്തെക്കുറിച്ചല്ലേ നിങ്ങൾ ഈ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ആ മനുഷ്യനെ. അന്ന് ആദ്യത്തെ നവകേരള മാർച്ച് നടക്കുന്ന സമയമാണ് തോന്നുന്നല്ലേ ആ സമയത്ത്? അല്ല, എനിക്കത് ഓർമ്മയില്ല. ഞാനെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ 2009 മറ്റുള്ള കഥയാണ് ഞാൻ പറയണേ. ഇപ്പോഴത്തും അല്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. 2009 ലാവ്ലിൻ കത്തിക്കുന്ന സമയമാണ്. SNC ലാവ്ലിൻ കത്തി വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എൻ്റെ വിദ്യാർത്ഥി കാലത്താണ്. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട്, അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് AN ഷംസീർ ഒക്കെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്. ആ കാലം, അന്ന് ആരൊക്കെ ഇവിടെ മത്സരിക്കുന്നത് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും വളരെ കാലങ്ങൾക്ക് മുമ്പ് 2010 മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ മനുഷ്യന് ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നേ. ഇതെനിക്ക് നേരിട്ട് അനുഭവപ്പെടല്ലേ. ഈ ഞാനും അബ്ദുൽ ഖാദറും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കേണ്ട മനുഷ്യൻ വളരെ കൂളായിട്ട് ഫോണിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായി സംസാരിക്കുന്ന ആ ഇൻസ്റ്റൻസ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ സമീപകാലത്ത് നിങ്ങളെല്ലാം കൊട്ടിക്കൊഴിച്ച് എത്രയോ സന്ദർഭങ്ങളുണ്ടായി. ആ സന്ദർഭങ്ങളിൽ, ആ ദിവസങ്ങളിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക്, DYFIയുടെ ആവശ്യങ്ങൾക്കോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. ആ കാണേണ്ടി വന്ന ഒരു ദിവസം പോലും ഖിന്നനായോ വിഷമിച്ചോ മുഖമൊന്നു തളർന്നോ വാടിയോ ഞാൻ സഖാവ് പിണറായി വിജയനെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ ആ ഫോൺ കട്ട് ചെയ്ത് മുഹമ്മദ് അലിക്ക് തിരിച്ച് ഫോണും കൊടുത്ത് തിരിച്ച് റൂമിനകത്ത് വന്നിട്ട് സഖാവ് KV അബ്ദുൽ ഖാദർ ഇപ്പോഴും ഉണ്ടല്ലോ, ചോദിച്ചു നോക്കൂ. സഖാവ് KV അബ്ദുൽ ഖാദറിനോട് ഞാനും KV അബ്ദുൽ ഖാദറും പരസ്പരം സംസാരിച്ച സംസാരമുണ്ട്. ഈ റിയലൈസേഷൻ എത്രയോ സന്ദർഭങ്ങളിൽ ഇതുപോലെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് കേരളത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്നോട് പറയാനുണ്ട്. ഞാൻ ആളെ അതിൻ്റെ ഒരു സ്വകാര്യതയുള്ളതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, രാഷ്ട്രീയ നേതാവല്ല, ഒരു മതമേലധ്യക്ഷൻ എന്നോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, മുൻപുള്ള ഭരണാധികാരികളോട് എങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങേറ്റത്തെ സത്യസന്ധതയാണ് ഒന്ന് സഖാവ് പിണറായിയുടെ കരുത്ത്. 2 ട്രാൻസ്പെറൻസിയാണ്. പറയുന്നൊരു കാര്യത്തോടുള്ള വളരെ ഇതാണ്. ഇടനിലക്കാരെ ഇഷ്ടമല്ല അദ്ദേഹത്തിന്. നേരിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പോയി ഏത് കാര്യവും സംസാരിക്കാം. ഫോണിൻ്റെ അങ്ങേ തലക്കലുണ്ടാവും. ഞാൻ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഒരു കുഞ്ഞിന് സീമിനോട് സംസാരിക്കണം. ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുഞ്ഞ്. ആ കുട്ടിയുടെ വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. മാധ്യമപ്രവർത്തനം ഇതിന് ശേഷം വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആരാണ്. നിങ്ങൾക്ക് ഒക്കെ പരിചിതമായ മാധ്യമപ്രവർത്തനം, പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനം. എന്നെ വിളിച്ചിരുന്നത് സാധിക്കുമോ? ഞാനിത് സീമിനോട്, അനന്താ സീം ഓഫീസിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടാണ് വിളിച്ചിട്ട് ആ കുഞ്ഞിനോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ കരുതലാണ് സഖാവ് പിണറായി വിജയൻ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമുണ്ട്. എൻ്റെ അമൃത വയ്യാതായി കിടക്കുന്ന ദിവസം, വൈഫ്. അപ്പോൾ ഇത് മെനിഞ്ചൈറ്റിസ് വന്നു, കൈവിട്ടങ്ങ് പോയി. അതിൻ്റെ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ICUക്കകത്ത് ഈ സത്യം പറഞ്ഞാൽ കൈയും കാലും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇത് വരുന്ന അകത്തുനിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ വളരെ മോശപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഞാനാകെ തകർന്നിട്ട് സീമിനെ വിളിക്കുകയാണ്.
വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതിരുന്നിട്ട് പിന്നെ അപ്പോൾ എനിക്കറിയാം പുള്ളിയുടെ പ്രത്യേകത ഈ ടെക്സ്റ്റ് വായിക്കും, മെസ്സേജ് അയച്ചാൽ എത്ര തിരക്കാണെങ്കിലും വായിക്കും. അപ്പോൾ ഞാൻ അന്ന് അയച്ചൊരു ടെക്സ്റ്റുണ്ട്, ഞാൻ ഇത് മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ടെക്സ്റ്റ് അയക്കുക. പിന്നെ എനിക്ക് കിട്ടുന്ന അപ്പോൾ ഇതിനിടയിൽ തന്നെ സാർ റിയാസ് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അന്ന് PM മുഹമ്മദ് റിയാസ് വിദേശത്തോടെ യാത്രയിലാണ്. അപ്പോൾ ഇതിങ്ങനൊരു വലിയ ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഞാൻ വല്ലാതെ കരയാണ്. അപ്പോൾ എന്നെ വല്ലാതെ സമാധാനിപ്പിക്കുന്നുണ്ട് സാർ റിയാസ്. ഞാൻ അതിനിടയിൽ ഇദ്ദേഹത്തെ ഞാൻ CM ടെക്സ്റ്റ് ചെയ്തല്ലോ. ഈ ടെക്സ്റ്റ് കിട്ടിയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു കോൾ ഇങ്ങോട്ട് വരെയാണ്, CM കോൾ. ആ വരുന്ന കോളിൽ എന്നോട് പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, ഞാൻ അപ്പോൾ ഈ കോളിനിടയിൽ പിന്നെ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതിലേക്ക് ഓടിയെത്തുന്നു. അവിടുത്തെ സിസ്റ്റം മുഴുവൻ വല്ലാതെ അലർട്ടാവുന്ന എനിക്ക് കാണാൻ കഴിയും, ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോൾ ഇതാണ്, ഞാൻ സൂപ്രണ്ടുമായി സംസാരിച്ചു, വിഷമിക്കരുത്, മെനിഞ്ചൈറ്റിസാണ് അസുഖം, നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സ്ഥലം നമുക്ക് ശ്രീചിത്രയാണല്ലോ. ശ്രീചിത്രയിലെ ഡോക്ടർമാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പറയാണ്, പുള്ളിയുടെ ആക്ഷൻ പ്ലാൻ പറയാണ്, സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അവിടെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അത് അവരുമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വിവരം ഉടനെ കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കും. ക്ലിയറാണ്, വളരെ കൃത്യമാണ്. എനിക്ക് വളരെ ക്ലാരിറ്റി കിട്ടുന്നു. ആ കിട്ടുന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞൊന്നും മനസ്സിലാവില്ല. തൊട്ടടുത്ത സമയത്ത് പിന്നെ അടുത്ത് ഒരു അരമണിക്കൂറിനകം എന്നെ തിരിച്ച് വിളിക്കുകയാണ്, വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇനി നമ്മുടെ പ്ലാനിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പ്ലാനിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നു, നമ്മൾ മാറ്റുന്നില്ല. ശ്രീചിത്രയുടെ അഭിപ്രായവും ഇവിടെ തന്നെ തുടരട്ടെ എന്നാണ്. അപ്പോൾ മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് കൃത്യമായി പരിശോധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ശ്രീചിത്ര തന്നെ മെഡിക്കൽ കോളേജിൽ പ്രൊവൈഡ് ചെയ്യും. ഈ പറയുന്നത് പുള്ളി എൻ്റെ ആ ടെക്സ്റ്റിന് ശേഷം പുള്ളി എടുത്തൊരു ആക്ഷനാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഇത് കഴിഞ്ഞു, നമ്മുടെ എന്താ പറയുക, മെഡിക്കൽ ബോർഡ് കഴിഞ്ഞിട്ട് എന്നെ ബ്രീഫ് ചെയ്യാണ്. അപ്പോഴും തിരിച്ചു വന്നിട്ടില്ല, പറയാറൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ് എന്നെ ബ്രീഫ് ചെയ്യുന്നു. അവർ ഇതെല്ലാം ബ്രീഫ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വിവരം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും ഈ വിവരം മുഴുവനും ഓൾറെഡി അറിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് അറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് എനിക്ക് വിവരമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വിഷമിക്കണ്ട, അതവർ നോക്കും. ഈ തരുന്നൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ സാങ്കേതികമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിനപ്പുറത്ത് ഈ ലഭിക്കുന്നൊരു കരുതലുണ്ടല്ലോ, ജൈവികമാണ്, അതീവ ജൈവികമാണ്. ആ ജൈവികത നേരിട്ട് ഞാനതാ പറഞ്ഞത്. അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങേയറ്റം പറയും, അങ്ങേയറ്റത്തെ അഡ്മിനിസ്ട്രേറ്റർ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ലോകമെന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഇറയാണ്. പുറത്തു വരുന്ന പെർസെപ്ഷനിലൂടെയാണ് ആളുകളെ ജഡ്ജ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയുക, അല്ലേ? ആ പെർസെപ്ഷനിൽ നിങ്ങൾക്ക് സഖാവ് പിണറായി വിജയനെ പലതരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടേക്കാം. പക്ഷേ അടുത്ത് പോവുകയും സംസാരിക്കുകയും അടുത്ത് പ്രവർത്തിക്കുകയും, നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തോടൊപ്പം അടുത്ത് പ്രവർത്തിച്ച ഒരു IAS കാരൻ, ഒരു IPS കാരൻ, ഏതെങ്കിലും ഒരാൾ തള്ളിപ്പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അടുത്തിടപഴകുന്ന ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷൻ, അടുത്തിടപഴകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സത്യസന്ധമായി ഓഫ് ദി റെക്കോർഡ് നിങ്ങൾ സംസാരിച്ച് നോക്കൂ, ആരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയും. അത് പറയും. ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് മനുഷ്യ ഗ്രയർ സംസാരിച്ചത്. ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഫറൂഖ് അബ്ദുള്ള സംസാരിക്കുന്നത്. ഇത് അവരുടെയെല്ലാം വ്യക്തിപരമായ ബന്ധവും അനുഭവങ്ങളുമൊക്കെ ആണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു പരിമിതമായ അനുഭവമാണ് പറഞ്ഞത്. ഇതിനേക്കാൾ അനുഭവങ്ങളും ബന്ധങ്ങളും പുറം ലോകത്തോട് പറയാൻ കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഞാനൊരു സാന്ദർഭികമായി നിങ്ങൾ ചോദിച്ചു, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഒറ്റയടിക്ക് പറഞ്ഞാൽ, ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഇതാണ്, ഒരു ജെന്യൂനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതേസമയം വിവരണാതീതമായ ഗുണങ്ങളുള്ള ഒരു അയൺമാൻ, ഒരു ഉരുക്ക് മനുഷ്യൻ എന്ന് പറയല്ലേ, ഒന്നിലും കുലുങ്ങാത്ത ഒരാൾ, എ ലീഡർ, റിയൽ ലീഡർ. അത് ഞാൻ പറഞ്ഞല്ലോ, ലക്ഷദ്വീപിലെ ആ ഇൻസ്റ്റൻസിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു മുഖമാണ്. നിങ്ങളെത്ര വലിയ കൊടുങ്കാറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ടാലും
ചുറ്റിലും നിന്ന് കൊടുങ്കാറ്റുകളിങ്ങനെ അഴിഞ്ഞു വന്നാലും അതവിടെ ഒരു നിപ്പുണ്ട്. ആ നിപ്പ് അന്ന് ലക്ഷദ്വീപിൽ എനിക്കുണ്ടായ അനുഭവം, അതിനുശേഷമുണ്ടായ എത്രയോ സന്ദർഭങ്ങളിൽ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവം ഒരു കുലുങ്ങാത്ത അതൊരു അങ്ങനെയാണ്. അതെനിക്ക് ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിലെ എൻ്റെ ഒട്ടേറെ ലേണിങ്ങിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇതുപോലൊരു ലെജൻഡിനോടൊപ്പം, അല്ലെങ്കിൽ ലെജൻഡിൻ്റെ കാലത്ത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത കൂടുകയാണല്ലോ. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. അപ്പോൾ വീണ്ടും എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത കൂടുകയാണല്ലോ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായി, ഇപ്പോൾ MP ആയി. അപ്പോൾ ഈ സന്ദർഭങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ ഈ കാലയളവിലുള്ള മറ്റാരേക്കാൾ, എൻ്റെ തലമുറയിൽപ്പെട്ട മറ്റാരേക്കാൾ എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത ഇതിലൂടെയെല്ലാം ഒരുങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ അതിൽ നിന്ന് ലഭിക്കുന്ന അതൊരു വലിയ കാര്യമാണത്. അതൊരു ചെറിയ കാര്യമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. ഓക്കെ റഹീം, താങ്ക് യു ഇത്രയും സമയം ഓക്കെ, ഞങ്ങൾക്ക് വരുന്നത്. ശരി.